TRP റെസ്ക്യൂ, അർജുൻ റെസ്ക്യൂ മാറിയിട്ട് ഒരു TRP റെസ്ക്യൂ വരെ അവർ, കാരണം അവർ ഒന്ന് പറയുന്നു, അവർ തിരിച്ച് അത് വൈകിട്ടാവാൻ നേരത്തെ ഇല്ലെങ്കിൽ ആ ഒരു സമയം കഴിയാൻ നേരത്തെ ആ ഒരു നമുക്ക് അതുവരെ പറഞ്ഞ ലീഡ്സ് അവരത് മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആദ്യം ചിന്തിക്കാനുള്ളത് ഇത് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നതാണ്. ഇതുണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഓഗസ്റ്റ് 17 2012 പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട ആൾക്കാരോ ആദ്യമേ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ആ കൺട്രോൾ റൂം ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. മെയിൻ ആയിട്ട് ആ കമന്റ് വരാൻ കാര്യം രാഷ്ട്രീയ മുതലെടുപ്പാണ്. BJP-യുടെ കേരളത്തിന്റെ എന്താണ് പ്രമുഖ നേതാവ് അതെങ്ങനെ മണ്ണിടിച്ച് തടയും? അതിനുമുണ്ട് മറ്റൊരു സൂത്രപ്പണി. ഇതിന്റെയൊക്കെ ആരാണ് റീസൺ? കർണാടക ഗവൺമെന്റ് മാത്രമാണ്. പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ആ കൺട്രോൾ റൂം ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഈ കസേരയിട്ട് ഒരു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇതിന്റെ അകത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പറയാം. ഇപ്പൊ റിപ്പോർട്ടർ ആയാലും 24 ആയാലും അവരെ ലീഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 ജേർണലിസ്റ്റ് ആണ് അവിടെ പോയത്. അരുൺകുമാർ ആയാലും ആഷ്മി ആയാലും ലോജിക്കലി ചിന്തിച്ചില്ല. ന്യൂസിന്റെ ലൈവ് പോകുന്നതിന്റെ ഇടയിലെ ഇത്രയും വൾഗറായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഈ നമുക്കിടയിലുണ്ടെന്നാണ്. ന്യൂസിൽ തന്നെയാണ് ഇവിടുന്ന് ചന്ദ്രന്റെ ആളെ അയക്കാൻ അറിയാം, ചന്ദ്രന്റെ അകത്ത് സാധനങ്ങൾ നോക്കാൻ അറിയാം, ഫോട്ടോ എടുക്കാൻ അറിയാം, ഒരു ലോറിയുടെ ചിത്രം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലോറി ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്ത്യയിലുള്ള മെയിൻ പൊളിറ്റിക്കൽ ആള് അല്ലെങ്കിൽ ബിസിനസ് മാൻ ആണ് ഈ ഒരു അവസ്ഥ ഇപ്പൊ വന്നിരിക്കുന്നത്. അവിടെ ഒരു കാരണമുണ്ട്, അദ്ദേഹം പോയില്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി രീതിയിൽ സെർച്ച് ചെയ്യും. അന്ന് തന്നെ സാധനങ്ങൾ ഉണ്ടെന്ന് അന്ന് തന്നെ 10 വ്യത്യാസമുള്ള അങ്ങനെ എല്ലാം ചെയ്തത്. നമസ്കാരം. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന് വളരെ ആശങ്കയിലാണ്. നമ്മുടെ ഒരു കൂട്ടത്തിലൊരു സഹോദരനായ അർജുനെ കാണാണ്ടായിട്ട് ഇന്ന് 11 ഡേയ്സ് കഴിയുകയാണ്. അതിനാണെങ്കിൽ ഒരു വ്യക്തമായ ഉത്തരമോ നമുക്കൊരു വ്യക്തമായ ഒരു ലീഡ്സോ തരാനായിട്ട് നമ്മുടെ അധികാരികൾക്കോ ബാക്കി ആർക്കും അത് സാധിച്ചിട്ടില്ല. കാരണം അവർ ഒന്ന് പറയുന്നു, അവർ തിരിച്ച് അത് വൈകിട്ടാവാൻ നേരത്തെ ഇല്ലെങ്കിൽ ആ ഒരു സമയം കഴിയാൻ നേരത്തെ ആ ഒരു നമുക്ക് അതുവരെ പറഞ്ഞ ലീഡ്സ് അവരത് മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കാരണം നമ്മളും കൺഫ്യൂഷനിലാണ്. ഇതിപ്പോ എന്താണ്, ഏതൊക്കെ വിശ്വസിക്കണം, ഏതൊക്കെ വിശ്വസിക്കേണ്ട എന്നുള്ളതൊന്നും ഒരു ഉത്തരം നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോ. അതെ, നമുക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം തരാനുള്ളത് സർക്കാരും അവിടെ ഇപ്പം കർണാടക സർക്കാരാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ അവരാണ് തരാനുള്ളത്. അവർക്ക് ന്യൂസിൽ വന്ന് അതിപ്പം കളക്ടറാണെങ്കിൽ കളക്ടർ, മന്ത്രിമാരാണെങ്കിൽ മന്ത്രിമാര്, MLA ആണെങ്കിൽ MLA, അവര് കൃത്യമായ ന്യൂസ് നമുക്ക് തരേണ്ടതാണ്. നമുക്ക് ആകെ വഴിയുള്ളത് ന്യൂസ് വഴി അറിയാവുന്നതാണ്, അല്ലെങ്കിൽ പിന്നെ X പോലത്തെ പ്ലാറ്റ്ഫോമിലൂടെ. ഇപ്പം ന്യൂസിലെല്ലാം പറയുന്ന ന്യൂസ് ഇപ്പം കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പം സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ പറയുന്നത് ന്യൂസുകാർ കാരണമാണ് എല്ലാം നടക്കുന്നത്, ന്യൂസുകാർ പറയുന്ന എല്ലാം തെറ്റായ വാർത്തകളാണ് പുറത്തു. പിന്നെ നമ്മൾ ആരെയാണ് വിശ്വസിക്കാനുള്ളത്? അപ്പം കറക്റ്റ് ആയിട്ടുള്ള സർക്കാർ അതിനുള്ള ഉത്തരം നമുക്ക് തരണം. ന്യൂസുകാരെ നമുക്ക് പൂർണ്ണമായിട്ട് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കിട്ടുന്ന ലീഡ്സ് അവർ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ഇതിനകത്തും ഉണ്ട്, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, പൂർണ്ണമായും തെറ്റു പറയാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അത് അവർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ വീഡിയോയില് നമുക്ക് ഇത് വ്യക്തമായൊരു ഡീറ്റെയിൽ എല്ലാവർക്കും, നമ്മൾ ഈ ഫേക്ക് ന്യൂസുകളും എന്തൊക്കെയാണെന്നോ അതിന്റെ വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളും ആ ചാനൽ പോലെ വെറുതെ ഓരോ ഇല്യൂഷൻസ്, ഓരോ ഹോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇതായിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്യുന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസം വരില്ല. എന്തൊക്കെയാണ് അവിടെ ഇന്ന് വരെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് അതൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം പറയാനുള്ളത്. ഇപ്പം എല്ലാരും കുറ്റം പറയും സർക്കാരിനെയും അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെയും. പക്ഷെ നമ്മൾ ആദ്യം ചിന്തിക്കാനുള്ളത് ഇത് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നതാണ്. ഇതുണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ, ഒരു പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്, അവിടെ ഒരുപാട് മൺസൂൺ കാലത്ത് ഒരുപാട് മഴ ലഭിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ ഒരു കുന്നിന്റെ ഒരു സൈഡ് താഴ്വാരം ഇടിച്ച് അവിടെ റോഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ എന്തുമാത്രം പ്രശ്നം വരുമെന്ന് ചിന്തിക്കാനുള്ളതും അതിന് പഠനം നടത്താനുള്ള അവരായിരുന്നു. അവര് ഇത്ര പൈസ കിട്ടുന്നു, ആ ഒരു എമൗണ്ട് എടുത്ത് IRB എന്ന് പറയുന്ന ഒരു ഇതാണ് തോന്നുന്നു, ആ ഒരു കോൺട്രാക്ട് എടുക്കുന്നു, റോഡ് നിർമ്മിക്കുന്നു. തോന്നിയ രീതിക്ക് കോൺട്രാക്ടിന്റെ ആർട്ടിക്കിൾ ഉണ്ട്, ഞാനന്ന് അതിനെ കുറിച്ച് പറയാം. അപ്പൊ ആർട്ടിക്കിൾ പറയുന്നത് ഓഗസ്റ്റ് 17 2012 പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. അതില് the Rs 2400 crores project is expected to be completed in 3 years. 2500 കോടിയുടെ ഒരു പ്രോജക്റ്റ് ആണ് ഇത്. അപ്പൊ നാഷണൽ ഹൈവേ IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡുമായിട്ട് ഇത് ചെയ്തിട്ടാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പോ ഇതിന് 189 കിലോമീറ്റർ ആണ് ഇതിന്റെ സ്ട്രെച്ച്. അത് കുന്താപൂർ തൊട്ട് ഗോവ ബോർഡർ വരെയാണ്. അതിനിടയ്ക്കാണ് ഈ ശിരൂര്, അങ്കോളയിലെ ശിരൂരും പിന്നെ കാർവാർ ഇതെല്ലാം കടന്നു പോകുന്ന അതിൽ ഇടയാണ്. അപ്പൊ അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതെ, ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്ര മണ്ണിടിച്ചിൽ ഭീഷണി എപ്പോഴും വരുന്ന സ്ഥലമാണ്. ഈ റോഡ് നിർമ്മിച്ച സമയത്ത് തന്നെ ആ ഒരു ടൈമിൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു.
അവര് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്. ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സയന്റിസ്റ്റ്, അതായത് ജിയോളജി വകുപ്പ് ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാള്, ആള് ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അതായത് ഇവിടെ റോഡോ അതുപോലെ തന്നെ കൺവേയർ കൺസ്ട്രക്ഷൻ ഒക്കെ വരുന്നത് മണ്ണിടിച്ചിൽ കൂട്ടും, അത് ജീവൻ അപകടമാണ്, അവിടുത്തെ എന്തായാലും മണ്ണിടിച്ചിൽ വന്ന് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വന്ന് നശിച്ചു പോകത്തേന്ന് പറഞ്ഞതായിരുന്നു. അതൊന്നും കണക്കിലെടുക്കാതെ അവർക്ക് ആരുടെയൊക്കെയോ ബെനിഫിറ്റിന് വേണ്ടി ചെയ്തതായിരിക്കാം. അങ്ങനെ ഒരു ഹൈവേ ഇവിടെ നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലും ഇതുപോലൊരു ഇതേ ഹൈവേ പണി നടക്കുകയാണ്. അതിൽ പല റീൽസും പലതുമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഭാഗം ഇടിഞ്ഞു വീഴുന്നുണ്ട്. കോഴിക്കോട് ഒരു 3-4 ആഴ്ച മുന്നേ കോഴിക്കോടിലെ ഒരു സ്ഥലത്ത് ഇതുപോലെ മല പോലെ ഇരുന്ന ഒരു പ്രദേശമാണ്. സൈഡ് ഇടിച്ച് ആ സൈഡ് ചെറുതായ രീതി അവർ ഭിത്തി കെട്ടി തന്നെ ഒരു പകുതി കോൺക്രീറ്റും ബാക്കി കട്ട വെച്ച് ഭിത്തി. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നമ്മൾ അടുക്കി വെച്ചാൽ അതെങ്ങനെ മണ്ണിടിച്ചിൽ തടയും? അതിലുമുണ്ട് മറ്റൊരു സൂത്രപ്പണി. കോൺക്രീറ്റ് വാളിനൊപ്പം തന്നെ ഈ സിമന്റ് കട്ടയും തേച്ച് വൃത്തിയാക്കുക. അതോടെ ഈ ഉയരത്തിലുള്ളത് ഒന്നാകെ കോൺക്രീറ്റ് മതിലാണ് എന്ന് തോന്നിപ്പിക്കുക. ഇത്തരത്തിലുള്ള സൂത്രപ്പണി കൊണ്ട് മണ്ണിടിച്ചിൽ തടയാനാകുമോ? മുക്കാളി എന്ന സ്ഥലത്താണ് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. രാവിലെ 8 മണിയോടെയാണ് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തിരക്കേറിയ പാതയിലേക്ക് വീണത്. ഭാഗ്യം കൊണ്ട് വാഹനങ്ങളൊന്നും അടിയിൽപ്പെട്ടില്ല. ദേശീയപാത വീതി കൂടിയ ഭാഗമാണ്. ഈ ഭാഗത്തെ മണ്ണെടുത്ത ശേഷം കോൺക്രീറ്റ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു. ഇതാണ് മഴയിൽ താഴേക്ക് പതിച്ചത്. ഇതിന്റെ മുകൾ ഭാഗത്ത് വീടുകളുണ്ട്. ഇനിയും ഇടിഞ്ഞാൽ അത് വീടുകളെ ബാധിക്കും. ഒരു തരത്തിലുള്ള പഠനങ്ങളൊന്നുമില്ലാതെ ഒരു ഹൈവേ നിർമ്മിക്കുന്നു. ഇത് വലിയൊരു മണ്ണിടിച്ചിലാണല്ലോ. കോൺക്രീറ്റ് ചെയ്തതാണ് ഇടിഞ്ഞു വീണത്. കോൺക്രീറ്റ് ചെയ്തത് തന്നെ പേസ്റ്റ് പോലെ കോൺക്രീറ്റ് ചെയ്യുന്ന എന്തിനാണ്? അതിന് സുരക്ഷിതമായിട്ടിരിക്കാൻ. അതോടെയാണ് പൊളിഞ്ഞു വീഴുന്നത്. അതിന്റെ ഒരു തിക്നെസ് നോക്കുമ്പോ തന്നെ അറിയാം. അത് വളരെ ചെറിയൊരു തിക്നെസ്സിൽ പപ്പടം പോലെ പണിതാണ്. ഇതുപോലെ മറ്റൊരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഈ നിർമ്മിച്ചിരിക്കുന്ന ഹൈവേയുടെ ഭാഗമായിട്ടുള്ള അതപ്പോ നമുക്ക് കാണാം. റോഡ് കടന്നു പോകാനായി ആഴത്തിൽ മണ്ണെടുത്തതോടെ വലിയ കുന്നു രൂപപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന വീടാണ് വീടിന് വിള്ളൽ വീണതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുടുംബം 2 ആഴ്ച മുൻപ് സ്ഥലം മാറിപ്പോയി. മഴ പെയ്ത് വെള്ളം തങ്ങി നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. സമീപത്തുള്ള മറ്റൊരു വീടും അപകട ഭീഷണിയിലാണ്. എന്ത് സുരക്ഷയിലാണ് അവരൊക്കെ അവിടെ താമസിക്കുന്നത്? റോഡ് ഒന്നും നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവരിത് ശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മിക്കുക, ആർക്കും ദ്രോഹം വരാതെയുള്ള രീതിയിൽ നിർമ്മിക്കാനുള്ള ഇതും കൂടെ അവര് കാണിക്കണം. ഇതിപ്പം ഇതിനൊരു പ്രത്യേക പഠനം റോഡ് ഉണ്ടാക്കുമ്പോ എന്തായാലും അതിനെ പഠിച്ച് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ നാട്ടുകാർക്ക് ഉപയോഗമാകും, നാട്ടുകാർക്ക് ഉപദ്രവമാവത്തില്ല എന്ന് പഠിച്ച് ചെയ്യണം. ഈ NH-66 ഒക്കെ നമുക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഉപകാരപ്പെടുന്നതാണ്. ഇവിടത്തെ എല്ലാം നല്ല ഫാസ്റ്റ്ലി നടക്കും. ട്രാൻസ്പോർട്ടേഷൻ ആയാലും അങ്ങനെയുള്ള എല്ലാം ഫാസ്റ്റിൽ നടക്കും. നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാസർഗോഡൊക്കെ ഇനി വളരെ പെട്ടെന്ന് നമുക്ക് വാഹനത്തിൽ എത്താൻ പറ്റും. അതങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു സമയം എടുത്ത് അതിനുള്ള പഠനങ്ങൾ നടത്തി എല്ലാരും ഒരു കമ്മിറ്റിയൊക്കെ ചേർന്ന് എല്ലാരുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു രീതിക്കായിരിക്കണം ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഇവിടെ ആലോചിക്കാനുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പം അങ്കോളയിൽ ഇപ്പൊ ഇതുപോലെ നടന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നടക്കാവുന്ന കാര്യമാണിത്. അവിടെ ഒരു മലയാളി സുഹൃത്ത് അപകടത്തിൽ പെട്ടു, മണ്ണിനടിയിലായി, ജീവനുണ്ടോ മരിച്ചോ എന്നൊന്നും നമുക്കറിയില്ല, ഒരു ഉത്തരവും നമുക്കില്ല. ഇതേ കാര്യം നമ്മളവിടെ നടക്കാവുന്ന കാര്യമുള്ളൂ. അടുത്ത നമ്മുടെ ഇവിടെ ആയിരിക്കും. ഇതുപോലത്തെ NH ഹൈവേ ഒക്കെ പണിഞ്ഞ് ഒരു രീതിയിലുള്ള പഠനം നടത്താതെ അശാസ്ത്രീയമായിട്ട് NH ഹൈവേ പണിയുമ്പോൾ അടുത്ത് നമ്മളോട് ആയിരിക്കും. അതിലിപ്പോ കാസർഗോഡായിരിക്കാം, തിരുവനന്തപുരമായിരിക്കാം, കണ്ണൂരായിരിക്കാം, കോഴിക്കോടായിരിക്കാം, എവിടെ വേണമെങ്കിലും ആവാം. അപ്പം ഇതിനൊക്കെ നല്ല രീതിക്ക് പഠിച്ച് ഇപ്പൊ റീസർവേ നടത്താൻ അങ്ങനെ റീസർവേ ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. അതിന് സർക്കാർ ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പം ഇത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ വകുപ്പിൽ വരുന്നതാണ്. ഇതിപ്പോ നമ്മുടെ കേരളം മാത്രമല്ല, ഇന്ത്യയില് എവിടെയുള്ള ഏതൊരു സിറ്റിസൺ ആയാലും അവരെല്ലാം ആശങ്കപ്പെടണം. ഇങ്ങനെ ഒരു നിർമ്മാണമാണെങ്കിൽ നമ്മള് കേരളം എന്ന് എടുത്തു പറയേണ്ടത് ഇന്ത്യ മൊത്തത്തിലാണ്. പക്ഷെ നമ്മളിവിടെ കൂടുതൽ ചൂണ്ടിക്കാണിക്കും. നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലാകുമ്പോ വെസ്റ്റേൺ ഗട്ട്സ് വരുന്നത് കൊണ്ട് അവിടത്തെ ടെറൈൻസ് വളരെ നിറഞ്ഞതാണ്. കൂടുതലും മലകളും മലകളും അതിനനുസരിച്ച് മൺസൂണും മഴയും ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഹൈവേ അതോറിറ്റിയുടെ ഒരു പഠനത്തിന്റെ കേസ് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ മുംബൈയിലോ അവിടെ എവിടെയാണ്ടോ
ഈ സമുദ്രത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു പാതയുണ്ടല്ലോ. ഉപ്പുവെള്ളം ഉള്ളതുകൊണ്ടാണ് ഉപ്പുവെള്ളം ഉള്ളതുകൊണ്ടാണ് ഇത് പൊളിഞ്ഞതെന്ന്. അപ്പൊ ഇത് നേരത്തെ അവര് പഠിച്ചിട്ടില്ലായിരുന്നു അവിടെ ഉപ്പുവെള്ളം ഇല്ലയെന്ന്. അപ്പൊ അവര് എത്രത്തോളം സ്റ്റഡിയാണ് അതിന് നടത്തുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഗവൺമെന്റ് ബോഡീസിന്റെ ഒരു അനാസ്ഥ ഈ സംഭവത്തില് പ്രകടമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ടെക്നോളജികൾസ് ഇവിടെ കൊണ്ടുവരുന്ന താമസിച്ചതിലും ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാനുള്ള താമസവും എല്ലാം ഇതിന് ഒരു ഭാഗമായിട്ടുണ്ടായി. അപ്പം ഇതിന്റെ ടെക്നോളജികൾ എന്താണ് ഇത്ര താമസം എടുത്തത്? ഹെലികോപ്റ്റർ യൂസ് ചെയ്യാനുള്ള താമസം എടുത്തു, പിന്നെ ഈ റഡാർ സംവിധാനങ്ങൾ യൂസ് ചെയ്യാൻ താമസം എടുത്തു, ആർമീനെ വിളിക്കാൻ താമസം എടുത്തു. ഇതിന്റെയൊക്കെ ആരാണ് റീസൺ? കർണാടക ഗവൺമെന്റ് മാത്രമാണ്. അവരെ മാത്രം പഴിചാരിയിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഈ ടെക്നോളജികൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തത്? അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്കൊരു 3-4 ടെക്നോളജീസ് ആണ് മെയിൻ ആയിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ യൂസ് ചെയ്തതുമായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഒന്നെന്ന് പറയാൻ നേരത്ത് ഫസ്റ്റ് കൊണ്ടുവന്ന നമ്മുടെ ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാർ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അത് കൊണ്ടുവന്നെങ്കിലും നമുക്കത് അവിടെ യൂസ് ചെയ്യുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള പ്രതലങ്ങളിൽ, അതായത് ഈ മരത്തിന്റെ വേരുകള്, പാറ പിന്നെ എല്ലാ മണ്ണിന്റെ അടിയിലും കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെളി, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് തരാൻ പറ്റത്തില്ല. എത്ര മീറ്റർ ആണ് അതിന്റെ ഇത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്? എത്ര മീറ്റർ വരെയുള്ള സിഗ്നൽസ് നമുക്ക് കിട്ടും? ഇതിന്റെ ഒരു മീറ്റർ കണക്ക് നോക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഒരു 4 മീറ്ററിനുള്ളിലാണ് ഇതിന്റെ ആക്യുറേറ്റ് റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. ഇതിന് കുറെ ഇതുണ്ട്. ഇതിന്റെ ഡേറ്റാസ് അനലൈസ് ചെയ്ത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിപ്പം ഇതുപോലെ ഡിസാസ്റ്റർ ഒരു ഇതില് നമുക്ക് പെട്ടെന്ന് സമയമെടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ആക്യുറേറ്റ് ആയിട്ട് ഒരു സ്ഥലം കണ്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ആദ്യം 2-3 ഭാഗത്ത് ഇത് ഉണ്ടെന്നൊക്കെ ഉള്ള റിപ്പോർട്ട് വരെ. ഇപ്പൊ അത് പറയുമ്പോ ഇപ്പം നോർമൽ ആയിട്ടുള്ള പ്രതലങ്ങളിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ലല്ലോ. ഇതിന് അടിയിലേക്ക് മണ്ണും ചെളിയും പിന്നെ മരങ്ങളുടെ കഷ്ണങ്ങള്, ചില്ലകള്, പിന്നെ പാറകള്, അതും പാറകൾ പല പല ഇതിൽ ഷേപ്പിലായിരിക്കും ഇരുന്ന. അതിനകത്ത് ലോക ഇത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം ആക്യുറേറ്റ് ആയിട്ട് ഇത് കിട്ടത്തില്ല. ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. നമ്മുടെ തെർമൽ ഇമേജിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ലൊക്കേഷനിലുള്ള ഹീറ്റ്, ഇപ്പൊ നമ്മുടെ ബോഡി ഹീറ്റ് ആയാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് റെക്കഗ്നൈസ് ചെയ്യുന്ന സാധനം. സിഗ്നേച്ചറിനായാലും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമുക്ക് ആ ദുരന്തം നടന്ന് ഇത്ര ദിവസത്തിനകത്ത് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു മൃഗങ്ങൾ അകപ്പെട്ടു പോയാലും ആ മൃഗങ്ങളുടെ ബോഡിയിലെ ഹീറ്റ് വരെ നമുക്ക് അതിനകത്ത് റെക്കഗ്നൈസ് ചെയ്ത് കാണിക്കും. അപ്പൊ അത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് എത്രത്തോളം പറ്റുമെന്നുള്ള കേസിൽ സംശയമാണ്. പിന്നെ അത് എത്രയും പെട്ടെന്ന്, അതായത് ആ ദുരന്തം നടന്ന് ഏകദേശം ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനകത്ത് ചെയ്യേണ്ട കേസുകളാണ്. അതിപ്പോ 11 ദിവസം, 10ാം ദിവസമാണ് അവരങ്ങനെ ചെക്ക് ചെയ്യുന്നത്. എപ്പോഴും അവർ പറയുന്നുണ്ട് ഇപ്പം ഹീറ്റ് കറക്റ്റ് ആവത്തില്ല. ഇപ്പൊ ഓൾറെഡി മഴയും അതുപോലെ അതൊരു റിവറും കൂടെ ആയതുകൊണ്ട് എന്തായാലും ഹീറ്റ് കറക്റ്റ് ആയിട്ട് വരത്തില്ലായിരിക്കും. അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ പാടായിരിക്കും എന്നൊക്കെ പറയും. അവർ നോക്കും. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ്. 10-11 ഡേ ആയപ്പോഴാണ് ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ആയിട്ട് വന്നത്. ഇതിന് അക്വാറ്റിക് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത്, സോണാർ അല്ലാതെ സൗണ്ട് വേവ്സ് മറ്റേ നമ്മുടെ മണ്ണിന്റെ അകത്തൂടെ കടത്തിവിട്ടുള്ള ഇതുണ്ടാകും. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. ഈ മഴയും പെയ്ത് ഇത്രയും നോയിസ് പ്രതലത്തിനകത്ത് ഒരിക്കലും നമുക്കത് നല്ല സൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്കത് റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പറയുന്ന കണക്ക് ഈ സാറ്റലൈറ്റ് വഴി ഡിറ്റക്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിതമായിട്ടൊരു ഇടവേളയ്ക്കകത്ത് ഒരിടത്ത് നിന്ന് ഒരു ഷോട്ട് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ സഞ്ചാരപഥം മാറി അത് അടുത്തടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ സാറ്റലൈറ്റിന് ഇപ്പോ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച്, ഇപ്പൊ കിട്ടിയ ഇമേജ് അനുസരിച്ച് സാറ്റലൈറ്റ് എടുത്തേക്കുന്ന ആ ദുരന്തം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇതാണ് എടുത്തേക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പലരും വിചാരിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകൾ CCTV ക്യാമറ പോലെ പോലെയാണ് ഫുള്ള് എപ്പോഴും നിരീക്ഷിച്ചോണ്ട്, അങ്ങനെയല്ല ഇതിന്റെ പ്രവർത്തനം. ക്വാളിറ്റിയിലുള്ള ഇതെല്ലാം സാറ്റലൈറ്റ് ഇതില് ISRO, ISRO, നാസ അവരുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ട്. ISRO കിട്ടിയിട്ടില്ല. അവസാന സമയത്താണ് വന്നത്. ആദ്യത്തെ 4, 5, 6 ദിവസങ്ങളില്ല. അതും കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ ആലോചിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് സോണാറുണ്ട്. സോണാർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ കടലിന്റെ ആഴം അളക്കാനും ഈ മറ്റേ അന്തർവാഹിനികളിലൊക്കെ സ്പോട്ട് ചെയ്യാനൊക്കെയാണ് സോണാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഈ അടിയൊഴുക്കൊക്കെ ഇത്രയും നടക്കുകയും പിന്നെ ഈ മൺകൂനെ ഇതെല്ലാം കൂടെ കിടക്കാൻ നേരത്ത് നമുക്ക് അതും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് സോണാറിലാണ് ചെറുതായിട്ട് ഇതിന്റെ ഒരു സിഗ്നൽ ആദ്യം കിട്ടിയത്. പിന്നെയാണ് ഇപ്പൊ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്ന് ഡ്രോൺ ഡിറ്റക്ഷൻ കൊണ്ടുവന്നു. ബാക്കിയുള്ളതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ്. മീറ്റർ ലെങ്ത് നമുക്ക് ദൂരത്തേക്ക് ഡിസ്റ്റൻസ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ ആഴവും മറ്റേ എത്ര അടിയിൽ മണ്ണ് വന്ന് കിടപ്പുണ്ട് എന്നൊക്കെ ഉള്ള കേസുകൾ നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്ത IBOD എന്ന് പറഞ്ഞ സാധനം, അപ്പൊ അതാണിപ്പോ നമ്മള് എന്താണ് ഒരു 5 മീറ്റർ 6 മീറ്റർ റേഞ്ചിൽ ഭൂമിക്കടിയിലേക്ക് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആർമീസ് ഒക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പൊ റീസെന്റ് ആർമിയിലേക്ക് എത്തി, അവരിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. സക്സസ് ആയ 2 മിഷൻ ഉണ്ട് ഇതില്. നോർമലി മൈനൊക്കെ അവര് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് 3 3D ഇമേജ് പോലെ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് GPS ഉണ്ട്. GPS പക്ഷേ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും ആ സെൻസേഴ്സിനൊക്കെ എറർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ഒരു ലോഡ് വന്ന് ഇതിന്റെ മണ്ടേ കൂടെ വീഴുന്നു, ഇല്ലെങ്കിൽ വെള്ളമായാലും ഇതിനകത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീണോണ്ടിരിക്കുകയാണ്. മേ ബി അതിന്റെ സെൻസേഴ്സിന് എറർ വരാൻ ചാൻസ് ഉണ്ട്. മെഷീനാണ് അതാ ലോറിയിലെ GPS. ഇതാണ് നമ്മൾ എടുത്തു പറയാനുള്ള പോയിന്റ് ആണ്. ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ് ലോറി ഒരു 18-ാം തീയതി രാത്രി നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഒരു ഓർഡർ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പം ഈ സംഭവം നടക്കുന്നത് 16-ാം തീയതിയാണ്. 16-ാം തീയതി രാവിലെ ഒരു 8:45 ആ ടൈമിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്, മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത്. അന്നേ നേരം തന്നെ അർജുന്റെ ഫോൺ ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പക്ഷെ നമുക്ക് കിട്ടുന്ന ന്യൂസ് അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ നമ്മളിവിടെ മാധ്യമങ്ങൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 16, 17, 18, 19-ാം തീയതി മോർണിംഗിലാണ് ന്യൂസിലൊക്കെ വരുന്നത്. ഈ 3 ദിവസം അവിടെ എന്ത് നടന്നു ചോദിച്ചാൽ ഒന്നും നടന്നിട്ടില്ല. ഈ 8:45 ഈ ഒരു സംഭവം നടന്നിട്ട് 11 മണിക്കാണ് അവിടെ ആൾക്കാർ വരുന്നത്. അതായത് അതിന്റെ അതോറിറ്റീസ്, ഇപ്പൊ ഒരു ദുരന്ത നിവാരണ സേന അങ്ങനത്തെ അതോറിറ്റീസും ബാക്കി ഇപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ആൾക്കാർ 11 മണി സമയത്താണ്, അതാണ് ലോക്കൽസ് പറയുന്നത്. ആ സമയത്ത് വന്നിട്ട് അവർ ചെയ്യുന്നത്, അവർ 2 ഹിറ്റാച്ചി കൊണ്ടുവരുന്നു, റോഡിന്റെ സൈഡ് ക്ലിയർ ചെയ്യുന്നു, അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നു. എന്നിട്ട് അവര് പറയുന്നുണ്ട് നേവിയെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം തന്നെ. അത് റിപ്പോർട്ട് ചെയ്തത് അവിടെ ടാങ്കറുകളൊക്കെ നമ്മൾ കണ്ടതാണ്, ന്യൂസിലും എല്ലാത്തിനും ടാങ്കർ വിളിച്ചു പോകുന്നത്. അതും റിക്കവർ ചെയ്യാനും ബോഡി റിക്കവർ ചെയ്യാനും ആദ്യം നേവിനെ വിളിക്കുന്നുണ്ട്. അല്ലാതെ ആൾക്കാർ തിരയുന്നതിന് വേണ്ടി ഒന്നിനല്ല നേവി വിളിക്കുന്നത് ആദ്യ ടൈമില്. അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് നോക്കേണ്ടത്. അവിടുത്തെ ജനങ്ങളും ഇപ്പൊ അതർ സ്റ്റേറ്റ്സ് അവർക്ക് വേണമെങ്കിൽ പറയാം ഇത് ഞങ്ങളുടെ സ്റ്റേറ്റിലുള്ള ആളല്ല എന്നുള്ള രീതിയിൽ അവർക്ക് വേണം, അങ്ങനെ പറഞ്ഞുകൂടാത്തതാണ്, വേണമെങ്കിൽ പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ആൾക്കാരുണ്ട് അവരുടെ ആൾക്കാരുടെ സ്ഥിതി എന്താണെന്ന് പോലും നോക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചിന്ത പോലും ആ ഗവൺമെന്റിന് ഇല്ല എന്നുള്ളതാണ്. അതാണ് കർണാടക സർക്കാർ എല്ലാവരും അവർക്കെതിരെ പറയാനുള്ള കാര്യം. സ്വന്തം നാട്ടിന് പോലെയുള്ള ആളുകളോട് സ്നേഹമില്ലാത്തവര് പിന്നെ കേരളത്തിലുള്ളവർ എന്ത് സ്നേഹം കാണിക്കാനാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര പേര്? 11 പേരിൽ ഇപ്പം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരുള്ളൂ, 3-4 പേര്. ബാക്കിയെല്ലാം കർണാടക അവിടെ തന്നെ ഉള്ളവരാണ്. അവിടുത്തെ സ്ഥലത്ത് ആ ഒരു കടയിൽ തന്നെ 5 പേരാണ് പോയത്. ഒരു ഫാമിലി 5 പേരാണ് മരിച്ചത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം പറയുന്നുണ്ട് അവിടെ അല്ലാതെ വേറെ ലോക്കലും എന്തോ ഈ അവിടത്തെ പെട്ടെന്ന് കറക്റ്റ് കണക്ക് നമുക്ക് അറിയത്തില്ല. അതില് എനിക്കൊരു ഒപ്പീനിയൻ പറയാനുള്ളതെന്ന് വെച്ചാൽ കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടക ആൾക്കാര്, ജനങ്ങള്, കർണാടക മീഡിയ ഇവരെല്ലാം ഒരു പണ്ട് തൊട്ടേ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വളർന്നു വന്ന ഒരു സിസ്റ്റം അതുപോലത്തെയാണ്. അവരുടെ എഡ്യൂക്കേഷൻ ഇല്ലായ്മ പോലീസിനെയും മറ്റ് ന്യൂസ് ചാനലുകളെയൊക്കെ നാട്ടുകാർക്ക് കുറച്ച് പേടിയാണ്. ഞാനൊരു കർണാടകയിൽ ഒരു 4-5 വർഷം നിന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവിടുത്തെ പോലീസിനെയൊക്കെ അവര് ഭയങ്കര പേടിച്ചാണ് കാണുന്നത്. അവർക്ക് ഇഷ്ടമല്ല പോലീസുകാരെയൊന്നും.
ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നതാണ്. ഇപ്പൊ മലയാളികൾ ആടുത്ത് ചോദിച്ചാലും അറിയാം, മലയാളികളെ നിന്ന് കുത്തിപ്പിടിച്ചവന്മാര് പൈസ വാങ്ങും. ഇപ്പൊ അവിടെ എന്ത് കേസ്, എന്ത് വലിയൊരു ഡ്രഗ് കേസ് ആയാലും വന്നു കഴിഞ്ഞാലും അവിടുത്തെ ഒരു SIക്കോ അല്ലെങ്കിൽ SIക്കോ നൈസായിട്ട് ഒരു 500,000 കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന കേസുകളേ ഉള്ളൂ. അവിടെ പൈസയാണ് മുഖ്യം. അവർക്ക് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് അവര് വളർന്നു വന്ന സാഹചര്യവും എല്ലാം അതിന് ബാധകമാണ്. അതാണ് മീഡിയാസിലും പറയുന്നത്. ഒരുപാട് പേര് ട്വിറ്ററിൽ കർണാടകക്കാര് പറയുന്നുണ്ട്, നോക്കൂ നമ്മുടെ കർണാടകയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും പേര് മിസ്സിംഗ് ആയിട്ട് ന്യൂസ് ചാനലിലെല്ലാം കാണിക്കുന്ന അവിടെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു വിവാദത്തിൽ പെട്ടാണ് അവിടെ നടക്കുന്നത്, മീഡിയാസ് എല്ലാം കാണിക്കുന്നത്. അവര് അപ്പൊ ട്വിറ്ററിൽ കാണിക്കുന്നു, കേരള മീഡിയാസ് ആണ് കർണാടകയിൽ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും എടുത്ത് പറയുന്നുണ്ട് അവര്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിൽ നടന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് മറ്റേ അവിടുത്തെ പോലീസുകാരൻ ചോദിക്കുന്നത്, മറ്റേ എന്താണ് ഈ ഡ്രൈവറിനാണോ ഹോൾഡ് ഉള്ളത് അതോ ലോറിയുടെ ഓണറിനാണോ ഹോൾഡ് ഉള്ളത്? ഇവിടെ ആർക്കും ഹോൾഡില്ല. ആ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആർക്കും ഹോൾഡ്, ഇവിടെ മലയാളിക്കാണ്. അതെ, ആ വണ്ടി ഓടിച്ചത് മലയാളിയാണ്. മലയാളി അത് ഞാൻ എടുത്തു പറയാം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ആദ്യം വരുന്ന നാട്ടുകാരായിരിക്കും. അത് നമ്മുടെ കൾച്ചറൽ ഡിഫറൻസ് ആണ്. നമുക്ക് നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നതിനുള്ള ഉപകാരങ്ങൾ ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളിലാണ്. കർണാടകയിൽ ഇപ്പൊ 2 ഹിറ്റാച്ച് വരാൻ 6 ഹിറ്റാച്ച് വരാൻ അവർക്ക് പേടി എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. ഈ സമയത്ത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പം 10-20 ഹിറ്റാച്ചുകളായി വന്നിരുന്നേന്. അപ്പൊ ഇതുവരെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വരെ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ 2 ദിവസം 3-ാം ദിവസമാണ്, 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ ന്യൂസില്, നമ്മുടെ കേരളത്തിൽ ന്യൂസിലൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് അർജുന്റെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷെ അർജുന്റെ ഫാമിലിയും ഈ ട്രക്കിന്റെ ഓണറും അതിന് മുന്നേ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യും, കർണാടക പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സ്വീകരിച്ചില്ലെന്ന് പറയുന്നു. അത് ഞാൻ ന്യൂസൊക്കെ വരുന്നത്. അപ്പം കേരളത്തിന്റെ സർക്കാർ മന്ത്രിമാര് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കള് ഇവരെല്ലാം ഇവിടുന്ന് കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടു ആ ഒരു കോണ്ടാക്ട് ചെയ്ത അവരെ സർക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ശേഷം മാത്രമാണ് എന്തെങ്കിലും ഒരു മാറ്റം വന്നു തുടങ്ങിയത്. അതുവരെ ഒരു തരത്തിലും ഇല്ലായിരുന്നു, ഒരു മാറ്റവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് സർക്കാർ തന്നെ കുറച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ആൾക്കാരെ അവിടേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മന്ത്രി MP സുരേഷ് ഗോപി ഇടപെട്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഗണേഷ് കുമാർ മന്ത്രി പുള്ളിയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ അങ്ങോട്ട് അയക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു എല്ലാ പാർട്ടിയും നല്ലപോലെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നല്ല ഇടപെടൽ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ദിവസം ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ജീവനോട് രക്ഷപ്പെടുത്താൻ ചാൻസ് കൂടുതൽ ആ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരെ രക്ഷിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ റിസ്ക് കൂടുതലാണ്. നടക്കുന്ന കാര്യമായിരിക്കും, ജീവനോടെ കിട്ടണമെന്നില്ല. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് അർജുൻ ജീവനോടെ കിട്ടണമെന്ന് തന്നെയാണ്. പക്ഷെ ചാൻസ് എല്ലാത്തിനും കുറവ്, നമ്മള് പറയണമല്ലോ, ചാൻസ് കുറവാണ്. ആദ്യം ആ 3 ദിവസം എന്ത് ചെയ്യുന്നു അതിനുശേഷം ബാക്കി ദിവസം നടക്കുന്നു. ഈ 3 ദിവസം കഴിഞ്ഞ് 4ാം ദിവസം ചെന്നപ്പോഴും അവര് കേരളത്തിൽ നിന്നുള്ളവരെ കേട്ടിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് എനിക്ക് അവരുടെ ക്രെഡിബിലിറ്റി പോകും എന്നുള്ള കാണുമായിരിക്കും. അവരൊരു ഈഗോ പ്രശ്നമായിരിക്കും. 4ാം ദിവസം 19ാം തീയതിയാണ്, അന്നാണ് ഈ തെരച്ചിലിന് എല്ലാത്തിനും ഒരു ഊർജ്ജം വന്ന് തുടങ്ങിയെന്ന് പറയാം. പക്ഷെ അന്ന് തന്നെ കുറെ ഫാൾസ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് അർജുന്റെ ട്രക്കിന്റെ കാര്യം പറയുന്നത്. ട്രക്ക് 18ാം തീയതി രാത്രി വരെ ഓൺ ആയിരുന്നു എന്ന് പറയുന്നു. അത് ട്രക്ക് ഓണർ തന്നെയാണെന്ന് പറയുന്നത്. പക്ഷെ അതിപ്പം ഏഷ്യാൻ ന്യൂസിലൊക്കെ 2 ദിവസം കഴിഞ്ഞ് വന്നായിരുന്നു. അതിങ്ങനെ അദ്ദേഹത്തിന്റെ 2 ട്രക്കിന്റെ ഇത് കൊടുത്തായിരുന്നു, നമ്പർ ഇങ്ങനെ കൊടുത്തായിരുന്നു. അതിൽ മാറിപ്പോയി അയച്ചതാണ്. അങ്ങനെയാണ് ഇങ്ങനെ പ്രശ്നം വന്നത്. ഏഷ്യാൻ ന്യൂസിലെ പിറ്റേ ദിവസം അവര് ഡയറക്ട് ഭാരത് ബെൻസിനെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. അതും പിന്നെ അർജുന്റെ ഫോൺ ഓൺ ആയിരുന്നു എന്നൊരു അത് അത് ഇടയ്ക്കെന്തോ പറയുന്നുണ്ട്, ഭാര്യ പുള്ളിക്കാരന്റെ വൈഫ് വിളിച്ചിട്ട് കിട്ടിയില്ല. അതേസമയം കസിനോ ചേച്ചി ആരോണ്ട് വിളിച്ചപ്പോ ഫോൺ റിംഗ് ആയെന്ന് പറഞ്ഞു. ഫുൾ റിംഗ് അടിച്ചായിരുന്നു 19ാം തീയതി രാവിലെ. പക്ഷെ അത് ചാൻസ് ഉണ്ട്. ഇപ്പം മൊബൈൽ ഫോൺ വണ്ടിയിൽ തന്നെ ആണെങ്കിൽ ചിലപ്പോ ഒരു സമയത്ത് റേഞ്ച് കിട്ടി, അതിപ്പോ വെള്ളത്തിലല്ലായിരുന്നു അല്ലെങ്കിൽ വെള്ളം ഉള്ളിൽ കയറിയില്ലായിരുന്നു, അതൊരു ചാൻസ് ആണ്. പിന്നെ ബാറ്ററി ഏതായാലും ബാറ്ററി ചാർജ് കാര്യമല്ലോ, എത്ര ശതമാനം ബാറ്ററി ഉണ്ട് അങ്ങനെ ഒന്നും ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ലല്ലോ. അതിപ്പോ ഒരു എയർ ക്യാബിനിലായിട്ട് വല്ലതും കിടന്നിട്ടുണ്ടെങ്കിൽ റേഞ്ച് പോവാം, അതൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പം എല്ലാരും ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞാണ് മീഡിയാസിനെ ആണെങ്കിലും അത് കഴിഞ്ഞ് വന്ന രഞ്ജിത്ത് അവരെല്ലാം കുറ്റം പറയുന്നതാണ്. പക്ഷെ അവരൊക്കെ അറിയുന്ന കാര്യം ഈ 2 ന്യൂസാണ്. ഫോൺ ഓണായിട്ടുണ്ട്, വണ്ടി ഓണായിട്ടുണ്ട്. ഈ 2 ന്യൂസും പറയുമ്പോൾ നമ്മളായാലും കേൾക്കും, നമ്മൾ വിചാരിക്കും അപ്പം
വെള്ളത്തിനുള്ളിൽ പോയിട്ടില്ല, വെള്ളത്തിനുള്ളിൽ പോയിട്ടില്ല. ആ ഒരു ചിന്ത എല്ലാവർക്കും വരും. കോമണായി ചിന്തിക്കുന്ന ആൾക്കാർ ആ ചിന്ത ആർത്തുള്ളൂ. വണ്ടി കരയിൽ തന്നെ ഉണ്ട്, ആൾക്കൊന്നും പറ്റി കാണത്തില്ല, അതായിരിക്കും ഫോൺ ഓഫ് ആയിട്ട് വീണ്ടും ഓൺ ആയത്. ആ ഒരു ചിന്തയിലാണ് അവര് വന്ന് ആ പിറ്റേ ദിവസം 19-ാം തീയതി 20-ാം തീയതിയാണ് രഞ്ജിത്തൊക്കെ വരുന്നത്. രഞ്ജിത്ത് ശ്രീ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രൂശിക്കുന്ന അദ്ദേഹത്തെയാണ്. അയാളെ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. സെർച്ചിങ് കരയിൽ മാത്രമായി പോയത്. ഇത്ര ദിവസം ലേറ്റ് ആയ ഇദ്ദേഹത്തെ കാരണം, മീഡിയ കാരണം. പക്ഷെ ഇദ്ദേഹം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടിയ ഇൻപുട്ട് എന്താണ്? ഈ 2 കാര്യമാണ്: വണ്ടി ഓണാണ്, ഫോൺ ഓണാണ്. ഈ ഒരു ഇൻപുട്ട് ആദ്യമേ കിട്ടുന്ന ഒരാൾ എന്ത് സെർച്ച് ചെയ്യും? കര സെർച്ച് ചെയ്യും. അദ്ദേഹത്തെ കുറ്റം പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട് 21-ാം തീയതി ഒരു ന്യൂസിൽ പറയുന്നുണ്ട്. കര സെർച്ച് ചെയ്യുന്ന കൂടെ തന്നെ അവര് ഇത് നേവിക്കാർ, ആ 21-ാം തീയതി ആർമിയും നേവിക്ക് വരുന്ന സമയമാണ്. അപ്പൊ തന്നെ എന്താ നേവിക്കാര് ഈ നമ്മുടെ ഈ റിവറിന്റെ സൈഡ് നോക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്, സോണാർ യൂസ് ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് പിറ്റേ ദിവസം മന്ത്രി വരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മന്ത്രി വന്നപ്പോ അതുവരെ നടന്ന സെർച്ചിങ്ങിനെ നിർത്തിച്ച് മന്ത്രിയെ കാണാൻ എല്ലാവർക്കും മന്ത്രിയെ ചുറ്റും കൂടി നിൽക്കണം. സെർച്ചിങ് ഒന്നും വേണം. അപ്പൊ ഈ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ രഞ്ജിത്തും ബാക്കിയുള്ള അവിടെ നിന്ന് കുറച്ച് മലയാളികളായ രക്ഷാപ്രവർത്തകർ അവിടെ വരുന്നുണ്ട്, കോഴിക്കോട്. അവരെയൊക്കെ നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ്. അവരൊക്കെ ഇതിനു വേണ്ടി അവിടെ നിന്ന് വണ്ടിയിൽ വരുന്നുണ്ട്, വന്ന് അവിടെ നിൽക്കുന്നുണ്ട്, കയറാൻ വേണ്ടി. സ്വന്തം അവരൊക്കെ സന്നദ്ധ പ്രവർത്തകരാണ്, അവിടെ ഇതുപോലത്തെ കാര്യങ്ങൾ പോകുന്ന ആൾക്കാരാണ്. അവർ വരുന്നുണ്ട്. അവരൊക്കെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ബാക്കിയെല്ലാ അതോറിറ്റി, ബാക്കിയെല്ലാവരും അവിടെ മുഖ്യമന്ത്രി ഇപ്പൊ അവര് അദ്ദേഹത്തിന്റെ പറയുകയായിരുന്നു. ഇതൊക്കെ ഒരു വരുന്ന സ്ഥലത്തെ പറ്റി അവർ ആലോചിക്കണം. ഇങ്ങനെ ദുരന്തം നടന്ന് അവിടെ ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടായ നല്ലതായിരിക്കും. ഈ ഒരു സ്ഥലത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒരു മന്ത്രി വരുന്ന ഇപ്പൊ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നു. കേരളത്തിൽ നിന്ന് എന്താണ് മന്ത്രിമാര് പോവാത്തത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പിണറായി വിജയൻ CM പോവാത്ത എന്താണ്? അതിലൊക്കെ ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ വളരെ ഇമോഷണലി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു നാട്ടിലൊരു ആളാണ് നഷ്ടപ്പെട്ടത്, നമുക്ക് കാണാണ്ടായത്. ഓക്കെ, ഇമോഷണലി ചിന്തിക്കുന്നതിന് പകരം കുറച്ചും കൂടെയൊക്കെ ലോജിക്കും കൂടെ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പം ഇതുപോലെ ഈ CM ഒന്നുമല്ല, പിണറായി വിജയൻ വരുവാണെങ്കിലും അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ്, അങ്ങനെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുപാട് പോലീസുകൾ, ഇത് തടസ്സപ്പെടും. അതിന് എത്ര മതി? ഇതിന് എല്ലാ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റ് ഒരു പ്രതിനിധി അവിടെ വരിക, പുള്ളി കൺട്രോൾ ചെയ്യുക എന്നുള്ള ഇതാണ്. പുള്ളി കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ പുള്ളി ചെയ്യുക. അവരുടെ ഒരു കമ്മിറ്റിയിൽ ആ ഒരു ഗ്രൂപ്പിൽ ഒരാളായിട്ട് നിൽക്കുക, ഇതിനുള്ള ഇൻഫർമേഷൻസ് മീഡിയാസിന് കൊടുക്കുക. അങ്ങനെ ഒരു ആളായിട്ട് ഒരാളുണ്ട്. പിന്നെ ഇപ്പം രണ്ടാമത് ഇപ്പൊ ഈ അടുത്തൊക്കെ 2-3 MLA-മാരൊക്കെ ഉണ്ട് അവിടെ. മെയിൻ ആയിട്ട് ആ കമന്റ് വരാൻ കാര്യം രാഷ്ട്രീയ മുതലെടുപ്പാണ്. BJP-യുടെ കേരളത്തിന്റെ എന്താണ് അതല്ല പ്രമുഖ നേതാവ് പുള്ളി പറഞ്ഞെന്ന് പറയാൻ നേരത്തെ എന്താണ്, ഇവിടുത്തെ മന്ത്രിമാർക്ക് എന്തോ എവിടെ പോകുന്നതിന് വരെ അവിടെ പോയി നിന്നൂടെ. അതെ, പിന്നെ കുവൈറ്റിലെ മറ്റേ അപകടത്തിന്റെ അതിന്റെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സഖ്യം ആയോണ്ടാണോ ഇവിടുത്തെ കോൺഗ്രസും പിന്നെന്താണ് മറ്റേ ഗവൺമെന്റും കൂടി മറ്റേ കർണാടക ഗവൺമെന്റിനെ ഒന്നും പറയാത്തത്? പുള്ളി ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പോലും വെറും രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് വേണ്ടി മാത്രം പുള്ളി ചുമ്മാ കമന്റ് അടിക്കുകയാണ്. പക്ഷെ എല്ലാരും സുരേഷ് ഗോപിക്ക് അതിന് നല്ല രീതിക്ക് അതെ, സുരേഷ് ഗോപിയൊക്കെ ആ രീതിയിൽ നിൽക്കുന്നു. ഈ ഒരു BJP എന്നുള്ള ഒരു പ്രതിനിധി എന്നല്ലാണ്ട് 3 പാർട്ടികളിൽ ഈ പ്രശ്നമുണ്ട്. പല ഇപ്പൊ കോൺഗ്രസിലും കുറെ പ്രശ്നമുണ്ട്. കർണാടക സർക്കാരിന്റെ വീഴ്ചകള് അവരെടുത്ത് പറയാൻ അവർക്ക് പറ്റുന്നതുമില്ല. അവരതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതിപ്പം VD സതീശനായാലും മറ്റ് MLA-മാരായാലും. അല്ല, മറ്റേ പുള്ളിയുടെ പേരെന്തായാലും സുരേന്ദ്രൻ അല്ലേ? ഞാൻ പെട്ടെന്ന് കിട്ടിയില്ല. പേര് നീ മറ്റേ VD സതീശന്റെ പേര് പറഞ്ഞു, ഇനി പുള്ളിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളൊരു കമന്റ് ഒഴിവാക്കാനാണ് പറഞ്ഞു. പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ഇപ്പൊ ചാനൽ എന്നൊക്കെ പറയുന്ന പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുണൊക്കെ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ചായവാണ്. പുള്ളിയുടെ ഒരു ഫാൾസ് ന്യൂസ് ഒരുപാട് ആ മീഡിയയുടെ പ്രശ്നത്തിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. മന്ത്രി ചെയ്ത ഒരേ ഒരു ഉപയോഗം അവിടുത്തെ MLA പുള്ളി നല്ല സാധാരണ MLA സതീഷ് കൃഷ്ണ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവില് ഇത് രക്ഷാപ്രവർത്തനം നടത്താന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്റെ മെയിൻ ഇത് ഏൽപ്പിച്ചതാണ്. മുഖ്യമന്ത്രി വന്നിട്ടാണ് ചെയ്ത ഏക ഉപയോഗമുള്ള കാര്യം. അദ്ദേഹം സ്വന്തം റിസ്കിലാണ് ഈ റഡാർ ആദ്യം നമ്മുടെ NITO
NITയുടെ IIT റഡാർ വർക്കിംഗ് കറക്റ്റ് ആവുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം സ്വന്തം റിസ്കില് ഒരു റഡാർ സംഘടിപ്പിച്ചായിരുന്നു. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് റഡാർ സംഘടിപ്പിച്ചു. പിന്നെ ഒരു എക്സ്കവേറ്റർ ലോങ് ബൂം ഇത് രണ്ടും സെറ്റപ്പ് ചെയ്ത അദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഇപ്പൊ ന്യൂസിന് മീഡിയസിന് വിവരം കൊടുക്കുന്ന അദ്ദേഹമായിരുന്നു. എല്ലാവരും കാം രീതിയിൽ കണ്ടു. ഇപ്പം ന്യൂസ് ആണെങ്കിലും രഞ്ജിത്താണ് എല്ലാവരും അവിടെ സെർച്ച് ചെയ്യും, ഇവിടെ സെർച്ച് ചെയ്യുന്ന അദ്ദേഹം വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം, അല്ലാതെ നമുക്ക് മലയാളികളൊന്നും കേരള ഇന്ത്യ അങ്ങനെ ഒരു വേർതിരില്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി നോക്കുവാണ് എന്നൊക്കെ അദ്ദേഹം എന്ന് പറയും. അദ്ദേഹം പറയുന്നുണ്ടാണ്. പക്ഷേ അതൊക്കെ ആദ്യം നിങ്ങൾ പറയുന്ന സ്ഥലം നോക്കാം, രണ്ടാമത് നമ്മൾ ആ റിവർ ബെഡിന്റെ സൈഡിൽ നമുക്ക് നോക്കണം, അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം അപ്പൊ എല്ലാവരും തരലയിൽ ഈ മൊബൈൽ ഫോൺ ഇതിന്റെ ഇത് അപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ആ സ്ഥലത്തെ MLA ആണ് പുള്ളി ഇത്രയും ദിവസമായിട്ടാണ് അവിടെ വന്നിട്ട് ആ ഒരു സാധനം ഏറ്റെടുക്കാൻ വേണ്ടി വന്നത്. അപ്പൊ എന്തുമാത്രം പുള്ളിക്ക് മീഡിയയിൽ നിന്നും മറ്റേ അവരുടെ ഹെഡിൽ നിന്നും പ്രഷർ കിട്ടിയിട്ടാണ് പുള്ളി വന്നത്. അതുവരെ പുള്ളി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പുള്ളി അവിടെ ഉണ്ടായിരുന്നു, SP ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ഒരു നേതൃത്വം നൽകാനൊന്നും പുള്ളിക്ക് മിക്കവാറും നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി വന്നിട്ട് പുള്ളിക്ക് അലോട്ട് ചെയ്ത് കൊടുത്തതായിരിക്കും. നാരായണനെ കുറിച്ച് നമ്മള് വീണ്ടും പറയേണ്ടതുണ്ട്. പുള്ളി കാണിച്ച പുള്ളി കുറച്ച് ഡീസന്റ് ആയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യ ഒരു സമയത്ത് ഭയങ്കര റൂഡായിരുന്നു ആള്. അവിടെ വന്ന ലോറിയിൽ ഓണർ, സഹോദരൻ എല്ലാരെയും കയ്യേറ്റം ചെയ്യുക, അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതാ എന്തോ വന്നിട്ട് ആ മനസ്സൊക്കെ സമ്മതിച്ചെടുക്കണം. ഇതുപോലെ ദുരന്ത സ്ഥലത്തൊക്കെ നിന്നിട്ട് അല്ല, അവിടുത്തെ IAS IPS എല്ലാരെയും ഇതുപോലെ തന്നെ പറയാം. ആ കളക്ടർ പറഞ്ഞ ഇതുപോലെയാണ്, ഞങ്ങള് റോഡൊക്കെ ശരിയാക്കണം, നമുക്കിപ്പം ഗതാഗതം ഒന്നും പറ്റില്ല. ഇതുപോലെ ഇതില് എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ റോഡിന്റെ കേസ് റോഡ് ക്ലീൻ ചെയ്യാം, അതിനൊപ്പം അവര് പറഞ്ഞത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന കേസാണ് അവര് ചർച്ച ചെയ്തത്. പക്ഷെ അതും ഇനി ചെയ്യാം. കാരണം ഒരുപാട് ട്രക്കുകൾ ആ റോഡ് നീള കിടപ്പുണ്ട്. അവരുടെ ഫുഡ് കാര്യങ്ങൾ ഇപ്പം കർണാടക കളക്ടർ ഒരു സിസ്റ്റത്തിന്റേതായിട്ടില്ല. അപ്പം ഒരു നമ്മളെ പോലെ ഒരു വ്യക്തി ചിന്തിക്കുന്ന കണക്കായിരിക്കും ഒരു സിസ്റ്റം ചിന്തിക്കുന്നത്. ഇപ്പം ഒരു 2-3 പേര് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു, അവരെ കൂടെ നമുക്ക് ബാക്കിയുള്ള അവിടെയുള്ള ബാക്കി ജനങ്ങൾ ഇപ്പൊ കർണാടകയിലെ ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ പോകുന്ന വണ്ടികളായിരിക്കാം. അപ്പൊ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊരു ചിന്തയും കാണും. അല്ല അവർക്കൊരു ബുദ്ധിമുട്ടോ മറ്റ് ആപത്തുകളോ എന്തെങ്കിലും വേറെ ആംബുലൻസ് കടന്നു പോകാനോ അങ്ങനെയുള്ള ആപത്തുകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനും കൂടി അവർ ചിന്തിച്ചതാണ്. പക്ഷെ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഒട്ടും ശരിയാവേണ്ടിരുന്നത്. 21-ാം തീയതി ആർമി വന്നു. എന്തുകൊണ്ട് വന്നു? ഒന്നും കൊണ്ടുവന്നില്ല. അവര് പറയുന്നുണ്ട്, അവര് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് വരാൻ പറഞ്ഞത്. വന്നത് ഇൻഫൻട്രി വിഭാഗം. അവിടെ റഡാറില്ല, നല്ല റഡാറില്ല, സംവിധാനങ്ങളിലോ ഒന്നുമില്ല. അവരെ കൊണ്ട് അവിടെ തോണ്ടിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സിറ്റുവേഷനും വളരെ ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന സിറ്റുവേഷനില്ല ഇപ്പോഴും. നമ്മുടെ ഈ മണ്ണിടിയാൻ ഒരുപാട് സാധ്യത. പക്ഷെ എങ്കിലും ഇവര് കൈവീശി വന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ആർമിയാണെങ്കിൽ അവരെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ആർമി എല്ലാവരും പ്രതീക്ഷയാണ്. ആർമി ഒന്നും നമുക്കെല്ലാം എന്താ കൂടുതൽ പ്രതീക്ഷ, കൂടുതൽ മോട്ടിവേഷൻ എല്ലാം നമുക്ക് കിട്ടുന്നതാണ്, കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. ഈ ഒരു ഇതില് ആർമി ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം വരാൻ പറഞ്ഞപ്പോ ഇൻഫൻട്രി വിഭാഗം വന്നിട്ട് എന്ത് കാണിക്കാനുള്ള. പിന്നെ പിറ്റേ ദിവസം 22-ാം തീയതി അവര് തന്നെ പറഞ്ഞിട്ട് ആർമിയുടെ ഇൻഫൻട്രി വിഭാഗം തന്നെ പറഞ്ഞ് ആൾക്കാരെല്ലാം പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആൾക്കാർ വന്നത്. അതാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് നമുക്ക് ഫസ്റ്റ് മെയിൻ സിഗ്നൽ എന്ന് പറഞ്ഞ് കരയിൽ ഒരു സിഗ്നൽ കിട്ടി. അവിടെ തന്നെ ലോറി ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് എല്ലാവരും മുൻമുന്നേ നിൽക്കാൻ ഇപ്പം കിട്ടും, അർജുനെ കിട്ടും. അതിനിടെ എനിക്ക് എടുത്തു പറയാനുള്ള സാധനമുണ്ട്. അതിനിടയിൽ ലോറി കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഏതൊക്കെയോ ന്യൂസിൽ അർജുനെ കിട്ടി, ലോറി കിട്ടി, തമ്മയിലും ഇതൊക്കെ കൊടുത്ത് എങ്ങനെയാ വ്യക്തി ജീവിക്കും ഇതുവരെ വന്നിട്ടില്ല. അവിടെ അവർ ന്യൂസ് 18 അവരെ തമ്മനയിലുകൾ, അവരെ ഇതിന്റെ തമ്മനയിലുകളെല്ലാം എടുത്ത് നോക്കിയാൽ മതി. കാരണം ആ തമ്മനയിൽ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്തോ നല്ല ലീഡ്സ് ആയി, നമുക്ക് ഇതായി, ആ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. മനുഷ്യനെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് ആ തമ്മനയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അവർ ചിന്തിക്കാത്ത അവരുടെ ഫാമിലി ആലോചിക്കോ എന്റെ മോനെ കിട്ടി, എന്റെ ഭർത്താവ്, എന്റെ ചേട്ടൻ, അനിയനെ കിട്ടി എന്നൊരു ചിന്തയായിരിക്കും. അവരിപ്പോ അത്ര സാധനം. എന്നിട്ട് അവർ കാണിക്കുന്നത് തമിഴ്നാട്ടിൽ കയറുമ്പോൾ സെർച്ച് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, താഴെ ചില പേജ് കാണിക്കും അർജുന്റെ ട്രക്ക് കിട്ടാൻ ചാൻസ് ഇതാണ് കാണുന്നത്. എന്തുദ്ദേശത്തില്ല, ആർക്ക് എന്ത് കിട്ടാനാണ്, അവർക്ക് അവരുടെ ലാഭം.
ന്യൂസുകൾ ഇതിന്റെ അകത്തുള്ള TRP റേറ്റിംഗും കൂടെ കൂട്ടാൻ ഈ വേണ്ടി 22-ാം തീയതി വരെ ന്യൂസുകാരായിരുന്നു പ്രശ്നം. ന്യൂസുകാർ ഒരു വിധത്തിൽ ഒരുപാട് വളച്ചൊടിച്ചിട്ടുണ്ട്. അതിപ്പോ ന്യൂസ് 18 പോലത്തെ ന്യൂസുകൾ ഒരുപാട് വളച്ചൊടിച്ചിട്ടുണ്ട്. അതില് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിന്റെ അഭിപ്രായം എന്താ? മീഡിയാസിന്റെയും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത്. മീഡിയാസ് എന്താണ്, മീഡിയാസിന് പറ്റിയ പ്രശ്നങ്ങൾ എന്താണ്, പിന്നെ കർണാടക ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് പറ്റിയ പ്രശ്നങ്ങൾ, പിന്നെ കേരളത്തിലെ ഈ കുറച്ച് ന്യൂസ് റിപ്പോർട്ടേഴ്സും പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന രക്ഷാപ്രവർത്തകന്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു കൺക്ലൂഷൻ, ഒരു 5 എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ന്യൂസ് ചാനലിന്റെ കേസ് പറയുകയാണെങ്കിൽ അവരവരുടെ പരമാവധി അവർ നോക്കുന്നുണ്ട്. മാക്സിമം ഇൻഫർമേഷൻ കേരളത്തിലും മറ്റേ ഇവിടുത്തെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അവർ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ചില ന്യൂസ് ചാനലുകൾ ഈ ഒരു ഇൻസിഡന്റ് ഇടയിൽ അവർ TRP കൂട്ടാൻ വേണ്ടി ഇതേപോലെ യൂസ് ചെയ്യുന്ന തംബ്നെയിൽസ് ആയാലും ആളുകളിൽ അത്ര ഒരു ഫാൾസ് ഇൻഫർമേഷൻ അവിടെ എത്തിക്കാണ്. ഇപ്പൊ അവരുടെ ഒരു ഫാമിലി ആയാലും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അയ്യോ കിട്ടിയോ എന്നുള്ള രീതിയിൽ അവർ ആ ക്ലിക്ക് ബൈറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ കാണിക്കുന്നത്. അവർ ഒരു ഫാമിലി അതെങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. ഇത് മാത്രമല്ല, ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ അർജുന്റെ ഒരു വീട്ടിലുള്ളവർ കുടുംബം മാത്രമല്ല, മലയാളികൾ ഫാമിലി പോലെയാണ് ഇപ്പൊ അർജുനെ കാണുന്നത്. ഇപ്പൊ ഒരു കുട്ടി ഒരു ലെറ്റർ പോലെ എഴുതിയത്, ഒരു കുട്ടി എന്റെ അച്ഛനും ലോറി ഡ്രൈവറാണ്. അങ്ങനെ ഇമോഷണലി നമ്മള് മലയാളികൾ ഇമോഷണലി നമ്മള് ഭയങ്കര. മലയാളി എന്ന് പറയുന്ന ഒരു കുടുംബമാക്കി വെച്ചേക്കണം. പുള്ളി ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. ആ രീതിയിലാണ് ഇപ്പൊ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ബാക്കി പിന്നെ ഈ ഡയറി മാത്രമല്ല, അതുപോലെ ഒരു വോയിസ് ഉണ്ട്. അതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് ആൾക്കാരുടെ ടച്ചിങ് ആവും ആ വോയിസ് കേൾക്കുമ്പോൾ പറയുന്നത്. അതെ, ആ ചേട്ടൻ മണ്ണിടി പെട്ടെന്ന് കിട്ടണേ. ഒരുപാട് ന്യൂസ് ചാനലിലെ കമന്റുകളിലുണ്ട്, എന്റെ മക്കള് സ്കൂളിൽ നിന്ന് വന്ന് ആദ്യം ചോദിക്കുന്ന അർജുൻ ചേട്ടനെ കിട്ടിയോ, അർജുൻ മാമനെ കിട്ടിയോ എന്നൊക്കെയാണ്. ഭയങ്കര ഒരുപാട് ആൾക്കാർ ഭയങ്കര ഇമോഷണലി ടച്ച് ആയി. നമ്മളായാലും അത് കിട്ടിയ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ന്യൂസ് ഒക്കെ കയറി കാണാറുണ്ട്, എന്തായി എല്ലാ അപ്ഡേറ്റും നോക്കാറുണ്ട്. മെയിൻ ആയിട്ട് റിപ്പോർട്ടറും 24 ഈ രണ്ട് ന്യൂസിൽ ഇടയ്ക്ക് ഈ ലാസ്റ്റ് 2 ഡേയ്സിനുള്ളിലാണ് ഈ കർണാടക സർക്കാർ ഇടയ്ക്ക് പറഞ്ഞ ട്രക്ക് ഉള്ളിലുണ്ട് കണ്ടെത്തി അർജുൻ ട്രക്ക. അന്നേ ദിവസം അത് ജസ്റ്റ് നമ്മളിപ്പോ ന്യൂസ് കണ്ടിരിക്കുന്ന ടൈമിലാണ്. അതിനകത്ത് ഓരോ ന്യൂസിന്റെയും വ്യൂവേഴ്സിന്റെ നോക്കിയാൽ മതി 100K പ്ലസ് ആണ്. അത് നമ്മൾ അപ്പം എത്ര പേരാണ്, അതും ഒരേ സമയം 24-ലും റിപ്പോർട്ടറിലും അതിന് പുറത്തുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക എത്ര പേരാണ് ഒരു നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആലോചിച്ചാണ് മലയാളികൾ. അത് ഇപ്പം കർണാടക ന്യൂസ് അവര് എക്സിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത സമയത്തൊന്നാണ്. അപ്പം അർജുനെ കിട്ടി എന്നുള്ള മൈൻഡ് കയറി കാണുന്നവരാണ്. ഇപ്പം ട്രക്ക് എടുക്കും, അർജുനെ കിട്ടും, അർജുൻ ജീവനോടെ ഉണ്ടാവും, അവർ പ്രതീക്ഷയിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്കിടയിൽ ഇങ്ങനത്തെ ഇതിനിടയിൽ ഈ ന്യൂസ് 18 പോലത്തെ ആൾക്കാർ അർജുനെ കിട്ടി എന്ന് പറഞ്ഞ് ഈ തെറ്റായ ന്യൂസ് പുറത്തു വിടുമ്പോൾ അത് കാണുന്നവരെ മൈൻഡ് കൂടെ ആലോചിക്കണം എന്തുമാത്രം ദേഷ്യം വരും, എന്തൊരു ഫീലിങ്സ് ആയിരിക്കും, ഇമോഷണലി എന്തായിരിക്കും എന്നൊക്കെ. ന്യൂസുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂസുകാർ വിചാരിച്ചിട്ടാണ് ഈ ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഇത്രയും ഊർജിതമാക്കിയതും മലയാളി അസ് എ കുടുംബം എന്നുള്ള രീതിയിൽ ആ ഇമോഷൻ എല്ലാവരിലും ഉണ്ടാക്കാൻ ന്യൂസുകാർക്ക് സാധിച്ചു. പിന്നെ ഇതിന്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ അവരെ TRP, മാങ്ങ, തേങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനം അത് അവരിതിന്റെ ഇടയിൽ അവരുടേതായ ബിസിനസ് ആ ഒരു സാധനം നോക്കുന്നതാണ്. പക്ഷെ അതിത്തിരി പല ചാനലുകൾ അതിത്തിരി കൂടിപ്പോയി എന്നാണ് എന്റെ അഭിപ്രായം. പലരും നല്ല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ന്യൂസ് 18 ആയാലും പിന്നെ ഏഷ്യനെറ്റ് ആയാലും. ഏഷ്യനെറ്റ് ന്യൂസ് മറ്റേ ഒരു അവതാരകനുണ്ട്, പുള്ളി അവിടെ കയറുന്ന എന്താണ് പറയുന്നതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. ഈ മറ്റേ അരുൺകുമാറൊക്കെ ആണെങ്കിൽ പുള്ളി ആ ലൊക്കേഷൻ ചെന്ന് കണ്ടു അവിടെ നിന്ന് പോലീസുകാരായിട്ട് കിടന്ന് അടി കൂടുന്നുണ്ട്, സംസാരിച്ച് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അരുൺകുമാറും ചില കാര്യങ്ങള് അവര് റിപ്പോർട്ടാണെങ്കിൽ ഊഹാപോഹങ്ങൾ ഇടുന്നുണ്ട്. അവരിങ്ങനെ ഇതിനിടെ പറയുന്നത് ഇങ്ങനെ ആകാം അങ്ങനെ ആകാം. അത് 24 ആണെങ്കിലും ഇടുന്നുണ്ട്. അതിനടുത്ത് പറയുന്നത് സുജയ്യ പാർവതി, പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ശ്വാസം എടുക്കാൻ പോലും ടൈമില്ല. പുള്ളിക്കാരി എന്തൊക്കെയോ ഇടുന്ന് സംസാരിച്ച് കൊളാക്കി വെക്കുന്നുണ്ട്. എനിക്കറിയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, അവരവരുടെ ബിസിനസ് നോക്കണ്ട എന്നല്ല പറയുന്നത്, അതിനൊരു ലിമിറ്റ് ഉണ്ട്.
കൂടുതലായി ബിസിനസ് തന്നെ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരില് എയറിലാവും. അതെ സീക്രട്ട് എയറിലാണ്. അതെ ഇതില് ന്യൂസുകാരെക്കാളും കൂടുതൽ നല്ല ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വീഡിയോസ് വിട്ടത് സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നു. യൂട്യൂബേഴ്സില് സീക്രട്ട് ഏജന്റ് ആണ് നല്ല നല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ ഒരു സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞ് അവിടുത്തെ അടുത്തുള്ള ആൾക്കാർ ലോക്കൽസ് പറയുന്നുണ്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു ന്യൂസിൽ ഇടയ്ക്ക് റിപ്പോർട്ടിൽ വന്നു. പക്ഷെ ആദ്യത്തെ വട്ടം ഞാൻ ന്യൂസ് കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടന്നു. പക്ഷെ പിന്നെ അത് ഫുള്ള് മാഞ്ഞു പോയി. പിന്നെ അവസാനം സീക്രട്ട് ഏജന്റ് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം റിപ്പോർട്ടറിൽ അത് അവരായിട്ട് പറയുന്നില്ല. ഈ രഞ്ജിത്ത് ഇസ്രായേലും അവര് ഓപ്പോസിറ്റ് സൈഡിൽ പോയപ്പം അവരടുത്ത് ഈ ഇവിടുത്തെ ലോക്കൽസ് പറയുന്നത് ന്യൂസിനോട് പറയുന്ന കാര്യമായിട്ട്, അതല്ലാതെ ഒരു ന്യൂസും പറഞ്ഞിട്ടില്ല. അതും എന്തൊക്കെയോ ദുരൂഹതയാണ് എന്ന് പറയാം. എന്തൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്ന പോലെ. ചിലപ്പം സർക്കാരിന് വേണ്ടി ആയിരിക്കാം. ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാത്ത ഒരു ചിലപ്പം 10 ആയിരിക്കും, ഒരു 15-20 കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അത് മറച്ചു വെക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നാഷണൽ ഹൈവേയുടെ അവിടെ എന്തെങ്കിലും അഴിമതി എന്തെങ്കിലും നടന്നിട്ട് അത് മറച്ച് എന്തിനെങ്കിലൊക്കെ ഈ ഒരു ദുരന്തം വലുതായ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിക്കും, കേന്ദ്ര സർക്കാർ ചോദിക്കും. പല ആൾക്കാരും ചിലപ്പോൾ അതിൽ കുടുങ്ങും എന്ന് കരുതിയിട്ട് മറച്ചു വെക്കുന്നതാവും. അതൊക്കെ ഓരോരോ കാര്യം നമുക്കറിയത്തില്ല. ചെറിയ ഊഹാപോഹം പറയുന്നുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്, ലോക്കൽസ് ഇങ്ങനെ പറയുന്നുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മിസ്റ്ററി ഉണ്ടോ എന്ന് ഇനിയിപ്പം കണ്ടെത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തായാലും കണ്ടെത്തേണ്ട കേസാണ്. അപ്പുറ സൈഡില് വീടൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അവര് കാണിക്കുന്നത് മണ്ണിടിച്ചിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചില്ല, ബ്ലാസ്റ്റ് നടന്നതാണ്. ഒരു തെങ്ങിന്റെ പൊക്കത്തിലേക്ക് വെള്ളം പൊങ്ങി വന്ന് ഇടിച്ച് പൊളിച്ച് 5 വീട് ഫുള്ളായിട്ടും എത്ര വീട് ഭാഗികമായിട്ടുള്ള ആ വീഡിയോ ഉണ്ട്. അത് അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. കല്ലുകളൊക്കെ ചെതറി തെറിച്ച് പോയേക്കാണ് ശരിക്കും. ಸಿಲಿಂಡರ್ ಗಾಡಿ ಸಿಲಿಂಡರ್ ಗಾಡಿ ಹೈವೇಲಿ ಇದ್ದಿದ್ದು. ಹೈವೇಲಿ ಸಿಲಿಂಡರ್ ಗಾಡಿ ಅಲ್ಲಿ ಗುಡ್ಡೆ ಸಿಲಿಂಡರ್ ಗಾಡಿ ಬಿದ್ದು ಎರಡು ಪಾನಿಯಲ್ಲಿ ಬೆಸ್ಟ್ ಆಯ್ತು ബ്ലാസ്റ്റ്. ಬೆಸ್ಟ್ ಹಂಗಾದ್ರೆ ಪಾನಿ ಏಟು അതെ അതെ, അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു. ശരിക്കും ഒരു ഭയാനകരമായിട്ടുള്ള രംഗാവും ആ സമയത്തുണ്ടായിരിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ആ സമയത്ത് ഇവർ പറയണ ദൃക്സാക്ഷികൾ പറയണത് എന്താ വെച്ചാല് പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് നീരു അത്രയും ഹൈറ്റില് വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് പലതും സങ്കല്പിക്കാം. അപ്പം ഗംഗാവലി ഗംഗാവലിയില് പിന്നെന്ന് പറയുന്ന നേരത്തെ പുള്ളി എന്താണ് രഞ്ജിത്ത് ഇസ്രായേൽ പുള്ളിയെ എനിക്ക് ഇപ്പൊ എല്ലാരും മറ്റേ സോഷ്യൽ മീഡിയയിൽ പുള്ളിയെ അങ്ങ് എയറിലാക്കുകയാണ്, നെഗറ്റീവ് പറഞ്ഞ് എയറിലാക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വിനുവിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ പുള്ളി എന്ന് പറയുന്നത് പുള്ളി അവിടെ ചെന്നിട്ടാണ് കർണാടക ടീംസ് അവിടത്തെ ഉള്ള പോലീസ് ആയാലും ബാക്കി NDRF അങ്ങനെയൊക്കെയുള്ള ടീമുകൾ അവിടെ നേരാവണ്ണം നടക്കുന്ന സെർച്ച് തുടങ്ങിയത് തന്നെ ഇവർ ചെന്നിട്ടാണ്. അതുവരെ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഗതാഗതം സാധനം അവിടെ ചെന്ന് വേറെ ആരുമില്ല, ആർക്കും ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ വയ്യ. ആ രീതിയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് ഗതാഗതം അവരുടെ സ്റ്റേറ്റിന്റേതായ കാര്യങ്ങൾ ആ രീതിയിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഇപ്പൊ എന്താണ് ഒരു മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് അവിടെ മെയിൻ ആയിട്ട് ഒരു കൺട്രോൾ റൂം അങ്ങനെ ഒരു സാധനം കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ അറിയാമല്ലോ. അത് ഞാൻ പറയാനിരുന്ന പോയിന്റാണ്. നമ്മള് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട ആൾക്കാരോ ആദ്യമേ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ആ കൺട്രോൾ റൂം ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. അവസാന ദിവസങ്ങളില് അത് കൺട്രോൾ റൂമാണെന്ന് സ്ഥിരീകരിക്കാനും പറ്റില്ല. ഒരു ഷെഡ് കണ്ടത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിന്റെ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് എല്ലാ അതോറിറ്റീസിലും മെയിൻ ആൾക്കാർ നിന്നിട്ട് അത് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ റൂം അറിയാലോ. മെയിൻ ആയിട്ട് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ, പിന്നെ അതല്ലാതെ മറ്റേ മെഡിക്കൽ ഒരാള്, പിന്നെ അതല്ലാതെ ജിയോളജി വകുപ്പിന്റെ ഒരു അങ്ങനെയുള്ള എല്ലാ വകുപ്പിൽ നിന്നും ആളുകൾ വന്ന് അത് ആ ഒരു കൺട്രോൾ റൂം ഓപ്പൺ ചെയ്ത് അതെ. ഇപ്പൊ അവിടെ ചെല്ലുമ്പോ എന്താണ്, അവിടെ ആ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ പുള്ളി അവിടെ ചെല്ലുമ്പോ എന്താണ്, ഇങ്ങനെ ഒന്നുമില്ല. കുറെ പോലീസുകാരും പിന്നെ എന്താണ് ആ സെൽഫി എടുക്കുന്ന IG പുള്ളിയുണ്ട്, അവരുടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ലായിരുന്നു. അതെ, 1-2 ഹിറ്റാച്ചി വെച്ച്
അത്രയും ഹൈറ്റുള്ള മല ഇടിഞ്ഞ് റോഡിൽ വീണ് അതാ നമ്മൾ ആ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഏകദേശം മണ്ണിന്ന് ഫുള്ള് ആ ഒരു റിവറിന്റെ ലെവലിലേക്ക് മണ്ണിടിച്ചിറങ്ങിയൊക്കെയാണ്. അതിനൊരു 2 ഹിറ്റാച്ചി വെച്ചിട്ട് ഇവര് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. എത്രത്തോളം ഇവർ ചെയ്ത് നിൽക്കാൻ ഇത്രയും ഇടവേള എടുത്ത് നിൽക്കും എന്നുള്ളതിനും അവർക്കൊരു കാൽക്കുലേഷൻ ഇല്ല. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പുള്ളി ചെല്ലുന്നത്. ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. എന്റെ പേഴ്സണലി ഉള്ള എന്റെ അഭിപ്രായമാണ്, പുള്ളിയെ ഒരിക്കലും ഞാൻ തെറ്റ് പറയത്തില്ല. കാരണം ആ ഒരു സമയത്ത് ഇതിന്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാനോ അതിന് മണ്ണിനടിയിൽ പെട്ടവരെ രക്ഷിക്കാനുള്ള വകുപ്പിനോ ആർക്കോ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ വയ്യ. പുള്ളിയേ ഉള്ളൂ. അപ്പൊ മെയിനായിട്ട് എടുക്കേണ്ട പുള്ളി തന്നെയാണ്. അപ്പോ പുള്ളിക്ക് മുമ്പ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് പുള്ളിക്ക് ഏറ്റെടുക്കാൻ അവിടെ മനസ്സുള്ളൂ. അതെ, ഇത് ഇപ്പം പറഞ്ഞ കാര്യമാണ് വിനു ന്യൂസ്, ഈ ഏഷ്യാൻ ന്യൂസിന്റെ പറയുന്നത്. അദ്ദേഹത്തെയും ഈ ഏഷ്യാൻ ന്യൂസുകാരും ഇയാളെ വിളിച്ച് ന്യൂസിൽ റിപ്പോർട്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് അവര് ഏറ്റവും വലിയ തെറ്റാണ്, ഇയാളാണ് എല്ലാ തെറ്റായ ന്യൂസും പുറത്തു വിട്ടത്, അയാൾ പറയുന്നില്ല തെറ്റായിരുന്നു, അയാൾക്ക് ഒരു തേങ്ങയുള്ള മാങ്ങയുള്ള ഭയങ്കര തള്ളുന്നു. ഈ കസേരയിട്ട് ഒരു ഏഷ്യാൻ ന്യൂസിന്റെ ഇതിന്റെ അകത്തിരിക്കുന്ന അയാൾക്ക് എന്തുവേണോ പറയാം. അയാളെ കൊണ്ട് പറ്റുമോ ഇതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് അയാൾ നീ പറഞ്ഞ പോലെ തന്നെ അയാൾ ചെന്ന സമയത്ത് അവിടെ ആരുമില്ല, ആർമി ഇല്ല, അവിടെ NDRF SDRF ഉണ്ട്, വേറെ ആരുമില്ല. അവരും ഏറ്റെടുത്ത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. SP അവരുടെ കൺട്രോളൊക്കെ എടുക്കുന്നു, വലിയ രീതിക്കൊന്നും നടക്കുന്നില്ല. ആർമി വന്ന ശേഷമാണ് നടന്നു തുടങ്ങി. അതുവരെ കൺട്രോൾ മൊത്തം ആരുടെ കയ്യിലായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അത് ആരും ഇല്ലാത്തോണ്ടാണ്. അതിന് ഈ ഏഷ്യാൻ ന്യൂസിന്റെ ഈ ചാനലിന്റെ അകത്ത് കയറിയ ഡയലോഗ് കൂടെ എല്ലാവർക്കും പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ റിപ്പോർട്ടർ ആയാലും 24 ആയാലും അവരെ ലീഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 ജേർണലിസ്റ്റ് ആണ് അവിടെ പോയത്. അരുൺകുമാർ ആയാലും ആഷ്മി ആയാലും അവര് ദുരന്ത സ്ഥലം സന്ദർശിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം പുള്ളി അവിടെ ചെയ്യുന്നുണ്ട്. എങ്ങനെ വിനുവിന്റെയും ഇതൊക്കെ പറയുന്നവർക്ക് എളുപ്പമാണ് ഈ ന്യൂസ് പറയാൻ. അതൊക്കെ ചെയ്യുന്നവരുടെ മനസ്സും ആ ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്. ഇമോഷണൽ ആയിട്ടാണ് അവിടെ നിൽക്കുമ്പോൾ ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത്. രഞ്ജിത്ത് തന്നെ പറയുന്നുണ്ട് ഭയങ്കര ഇമോഷണൽ ആണ്. അത് അയാളെ കുറ്റമായിട്ട് അയാൾ ഒരുപാട് പേര് ഇപ്പം കുറ്റം പറയുന്നുണ്ട്. ഇയാളാണ് ഈ തെറ്റായ രീതിയിലുള്ള അന്വേഷണം നടത്തിയത്. അയാൾ കിട്ടിയ ഇൻപുട്ട് അയാൾ ചെയ്തു. ആദ്യം ഒരാൾക്ക് ആരിപ്പം ഒരു ഇതിന് വരുന്നെങ്കിൽ ഇപ്പം ആർമിയാൽ വരുമ്പോൾ കുറച്ച് ഇൻപുട്ട് എടുക്കും, ആദ്യം നടന്ന സംഭവങ്ങൾ ഇൻപുട്ട് എടുക്കും. ആ ഇൻപുട്ട് അനുസരിച്ച് ബാക്കി സെർച്ച് ചെയ്യുന്നു. ഇദ്ദേഹത്തിന് കിട്ടിയ ഇൻപുട്ട് ഇതായിരുന്നു, ഈ വണ്ടി ഓണാണ്, കരയിലാവാൻ ചാൻസ്, അങ്ങനെ കിട്ടിയ ലീഡ്സ് അനുസരിച്ച് പുള്ളിക്കും ചെല്ലുമ്പോ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതില് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. അപ്പം ഞാൻ പറയുമ്പോ മീഡിയാസ് ഒരുപാട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പക്ഷെ അതിന് മെയിൻ കാരണം കർണാടക ഗവൺമെന്റ് കുറച്ച് മെല്ലെ പോക്കാണ്. ഇത് പതുക്കെ ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരാനും എല്ലാത്തിനും സമയം ഒരുപാട് എടുത്തു. ഇതൊക്കെ ഈ റഡാർ കൊണ്ടുവരാനും ഇപ്പൊ ലാസ്റ്റ് കൊണ്ടുവന്ന ഡ്രോൺ ഡിറ്റക്ഷൻ റഡാറൊക്കെ കൊണ്ടുവരുന്ന ആദ്യമേ ചെയ്യായിരുന്നു. അപ്പം ട്രെയിനിലൊക്കെ വന്ന് 2 ദിവസം, അത് നേരത്തെ ചെയ്യുന്നത് 2 ദിവസത്തിനുള്ളിൽ എത്തുമായിരുന്നു. ഇതിനൊക്കെ ഒരു കോർഡിനേഷൻ ഇല്ലായ്മയാണ് അവിടെ ഉണ്ടായത്. ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കൺട്രോൾ റൂമൊക്കെ വേണമായിരുന്നു. അങ്ങനെ ഒരു കൺട്രോൾ റൂം അവർക്ക് ഉണ്ടാക്കാനോ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധി പോയില്ല. പിന്നെ ഒരുപാട് ന്യൂസുകാര് അവരുടേതായ ഊഹാഭാവങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തു. അത് എടുത്തിട്ട് അതിനനുസരിച്ചാണ് അവിടെയുള്ള പ്രവർത്തകര് ചെയ്തത്. അവിടെയാണ് ഈ കൺട്രോൾ റൂമും അതിനൊരു അധികാരികൾ പഠിച്ചവര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ജിയോളജി പഠിച്ചതും ഈ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് PhD അങ്ങനെ വർക്ക് ചെയ്ത് ഇതിനെ പറ്റി വർക്ക് ചെയ്ത് വന്നവരെയൊക്കെ ഉപകാരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന്. ഇപ്പൊ ഇമോഷണലി ആകുമ്പോ നമുക്ക് പലതും അതിനെ ബാധിക്കും. ചിന്തിക്കാനുള്ള ശേഷിയാണ് ചിലപ്പോൾ അതിനെ ബാധിക്കുക. നമ്മൾ ഇമോഷണലി പെട്ടെന്ന് രഞ്ജിത്തൊക്കെ ഇമോഷണലി വളരെ ആയിട്ട് ബാധിച്ചിരുന്നു. അത് പുള്ളിയുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അറിയാം. അപ്പൊ പുള്ളി ഇതിന് ശേഷവും ഇതിന് ഭാഗത്ത് റഡാർ വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇനിയും മണ്ണുണ്ട്, അതിനടിയിൽ കാണും, അങ്ങനെ ഒരുപാട് അവരെ പ്രഷറൈസ് ചെയ്തിരുന്നു. ഇപ്പം മീഡിയാസ് റിപ്പോർട്ടറിനാ പറഞ്ഞത് ചെറിയ സത്യമുണ്ട്. റിപ്പോർട്ടറിൽ കാണിച്ച ന്യൂസ് ഞാൻ കണ്ടതാണ്. രഞ്ജിത്ത് വളരെ ഇതിലായിട്ട് പറയുന്നത് അവിടെ ഇനിയും മണ്ണുണ്ട്, ഇനിയും ഒരു ലോറി കിടക്കും. പക്ഷെ ആർമി എത്തിയിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഇതൊരു സാധ്യതയുള്ളൂ, ഒരു ചെറിയ സാധ്യതയുള്ളൂ, കൂടുതലും റിവർ സൈഡിൽ കാണാനാണ് ചാൻസ്. അപ്പൊ ഈ മുന്നേ വന്ന ന്യൂസ്, ഈ ഫോണിന്റെ കേസും എല്ലാം കൂടെ വന്നിട്ട് ഇവരെല്ലാം അതിനൊരു പഠനം നടത്തിയില്ല. ഇപ്പൊ ഫോണൊക്കെ എവിടെ നിന്നും ഇപ്പൊ ലോജിക്കലി ചിന്തിച്ചില്ല ആരും.
ഫോണൊക്കെ ഒരു 10-50 മീറ്റർ വെള്ളത്തിനടിയിലൊക്കെ പോയാൽ പിന്നെ ഒരു റേഞ്ച് കിട്ടില്ല. അതിന് മുകളിലോട്ട് ഈ 10 മീറ്ററിൽ ഇപ്പം കണ്ട സ്ഥലത്ത് ചിലപ്പോ ഒരു എയറിന്റെ വാക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഇത് പുള്ളി അവിടെ തന്നെ വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് എന്ത് ഉറപ്പാണെന്നുള്ളത്? പുള്ളി പുറത്ത് നിന്നപ്പോ ഫോണ് തെറിച്ചു പോയി വേറെ എവിടെയും കിടക്കുവാണെങ്കിലോ? അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ ഇതൊന്നും ആരും ചിന്തിച്ചില്ല. ഇപ്പൊ GPS-ന്റെ കേസായാലും GPS മാറി 10-15 മീറ്റർ വ്യത്യാസത്തിലും ഇതിന്റെ സിഗ്നല് വണ്ടി കിടക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ വിട്ടുപോയി. ഇപ്പൊ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന പുള്ളിയുടെ എനിക്ക് അന്ന് തോന്നിയതാണ്. പുള്ളി ആരാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന്. പിന്നെ ന്യൂസിലൊക്കെ നോക്കി ഇതിന് പുള്ളി അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പുള്ളി എന്ത് സയന്റിഫിക് ആയിട്ട് പഠിച്ച് ആർമിയുടെ ഒരു പേഴ്സൺ ഒരാളാണോ സിവിലിയൻ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ന്യൂസുകളിൽ കറക്റ്റ് വ്യക്തമായൊരു ഇത് വന്നു, ഇത് പുള്ളി ഒരു സിവിലിയൻ ആണ്, കുറച്ച് രക്ഷാപ്രവർത്തനം നടത്തി ഉത്തരാഖണ്ഡിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അവിടുന്ന് കുറച്ച് ക്യാമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഒരു രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ കായികമായിട്ടുള്ള ഒരു പ്രവർത്തനം. ഇപ്പൊ ധൈര്യം, പുള്ളിക്ക് നല്ല ധൈര്യമുണ്ട്, പുള്ളിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പുള്ളി സ്വന്തം പൈസ കൊടുത്ത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് ചെയ്യുന്നതല്ലേ, അപ്പൊ അതിലൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് പ്രശ്നമാണ്. ഇതില് നിയന്ത്രണം പുള്ളി ഏറ്റെടുക്കേണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് ലാസ്റ്റ് സമയങ്ങളിൽ ഗവൺമെന്റ് ഒക്കെ നല്ല പോലെയാണ് ആർമിയും നേവിയൊക്കെ പ്രവർത്തിച്ചത്. ഇപ്പൊ അവര് ഇത് ഇത്രയും കുത്തൊഴുക്കിലൊന്നും ഒരിക്കലും അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഇപ്പോഴും എവര് എന്താണ് 2 ദിവസം ലേറ്റ് ആവുന്നത്, എന്താണ് ഇറങ്ങാത്തത്? ഇങ്ങനൊരു ഒഴുക്കില് നമുക്ക് അതിനുള്ള സംവിധാനം പെട്ടെന്നൊരു ഡാം കെട്ടോ അങ്ങനത്തെ ഒരു ബണ്ട് കെട്ടുവോ അതിനൊന്നും പറ്റിയൊരു അവസ്ഥയില്ല. അങ്ങനെ ഒരു ബണ്ട് കെട്ടിയാലും അതൊരു സമയമെടുക്കും. പിന്നെ അന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇതൊരു മണ്ണിടിച്ച് സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് അന്ന് റിപ്പോർട്ട് വന്നു. അതിനിടയിൽ പെട്ടെന്ന് ഇപ്പൊ ഒരു 10-15 പേര് രക്ഷാപ്രവർത്തനം മണ്ണിടിച്ച് 4-5 പേര് പോയാലും പിന്നെ ബാക്കിയുള്ളവര് പിന്നെ ഒരിക്കലും അവിടത്തെ വന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യത കുറവാണ്. പേടിച്ചു പോകും എല്ലാരും. പിന്നെ ഒരു മണ്ണിലിടിച്ചിലും കൂടെ അവിടെ വന്ന് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ പേടിച്ചു പോകും. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ടായിരിക്കും ആർമിയും എല്ലാം രക്ഷാപ്രവർത്തനം രാത്രി ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത്. അതും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പൊ റിപ്പോർട്ടറിലെ ഈ കുറച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ടർ 24 ഒരുവിധം കുഴപ്പമില്ലാത്ത ന്യൂസ് ആണെന്ന് തോന്നുന്നു കൊടുത്തത്. ഇപ്പൊ ന്യൂസ് 18 വളരെ മോശമായിട്ട് ഇതൊരു TRP റെസ്ക്യൂ, അർജുൻ റെസ്ക്യൂ മാറിയിട്ട് ഒരു TRP റെസ്ക്യൂ പോലെ അവര് പ്രവർത്തിച്ചു. ഫുള്ള് എനിക്ക് അങ്ങനെ തോന്നിയത്. മെജോറിറ്റി TRP മാത്രമാണ്. മറ്റൊരു സൈഡിൽ രാഷ്ട്രീയക്കാരെ വടംവലി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ട്. അതിന് കർണാടക സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അലംഭാവം ഇവിടെ കാണുന്നുണ്ട്, പ്രകടമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര ദിവസം ആർമീനൊക്കെ എല്ലാ സ്റ്റേറ്റിലും ഒരു ആർമിയുടെ ഒരു ഇത് അവിടെ കാണും, എല്ലാ സ്റ്റേറ്റിലും ഉള്ളതാണ്. അവരെ നേരത്തെ അവിടുത്തെ ഒരു മെയിൻ ആളെ മേജറിനെ അറിയിച്ചിരുന്നെങ്കിൽ പുള്ളി അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നടത്തിയനെ, എങ്കിലും കോർഡിനേഷൻ വന്നനെ. ആർമി വരുമ്പോ ആ കോർഡിനേഷൻ അവരങ്ങ് ഫുള്ള് ഏറ്റെടുക്കും. പിന്നെ അതിനൊരു ഇത് വ്യത്യാസം വരത്തില്ലായിരുന്നു. ഇവര് കേരള ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് എന്നുള്ള തമ്മിത്തല്ലൊക്കെ അങ്ങ് നിന്നാനാ. ഗവൺമെന്റ് ഒരുപാട് ലാഗ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞിട്ടും ആർമി വരുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം പറയണ ഒരു കോർഡിനേഷൻ കൊണ്ടുവന്ന് ഒരാളെ മെയിൻ ആക്കുന്നത്. ഇപ്പം ആർമി വന്ന ശേഷം, ആർമി നേവിയും വന്ന ശേഷമാണ് ജോയിന്റ് ആയിട്ട് ഒരു നടക്കുന്നത്. അതുവരെ ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ ആളില്ല. അപ്പോ അവിടെ എന്താണ് നേരത്തെ പറഞ്ഞ ആ പോലീസ് ആള് പോലും പുള്ളിക്ക് പോലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. അപ്പൊ അവിടെ നോക്കാൻ നേരത്തെ ആരാണ്? പുള്ളി മാത്രമേ ഉള്ളൂ. ഞാൻ നിക്കാം എന്നുള്ള രീതിയിൽ പുള്ളി നിന്നതാവാനാണ് ചാൻസ്. അല്ലാതെ പിന്നെ ആർമി വരാൻ നേരത്തും പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, മറ്റേ ഏത് ചാനലാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതിനകത്ത് പുള്ളിയുടെ ഒരു ടോക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ആർമിയും പുള്ളിയായിട്ട് ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ പോലീസിന്റെ പുള്ളിയെ പിടിച്ച് തള്ളുകയും ഇവിടുന്ന് മാറണം, മലയാളികൾ എല്ലാവരും പെട്ടെന്ന് വിട്ടുപോകണം, സ്ഥലം വിട്ടുപോകണം, പിന്നെ എന്താണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ലാത്തി ചാർജ് ചെയ്യുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സംസാരമായി. അത് അവരാ സംസാരിക്കുന്ന സാധനം മറ്റേ പുള്ളി പറയുന്നതല്ലാതെ ആ പോലീസുകാർ വന്ന് സംസാരിക്കുന്നത് ആ മൈക്കിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും.
ആ രീതിയിലായിരുന്നു പോലീസ് അവിടെ ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ഒരാളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ കിട്ടിയ ലീഡ്സ് വെച്ച് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനേ നോക്കുന്നുള്ളൂ. നമ്മൾ ഇനി ഒരു കാര്യം വിട്ടുപോയി. നമ്മള് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഇപ്പം ഇന്നത്തെ തന്നെ അർജുന്റെ കുടുംബം പരാതി നൽകി. അവരെന്തോ മറ്റേ ഒരു ന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ആർമി വന്നതിന് ശേഷം ആദ്യത്തെ ദിവസം ഒന്നും കൊണ്ടൊന്നുമില്ല. ആ കാര്യം പറയുന്നത് ചില വിരുദ്ധന്മാർ യൂട്യൂബിലെ വോയിസ് കട്ട് ചെയ്ത് മാറ്റി അതിനിടയിൽ വേറെ വോയിസ് കയറ്റി സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച് ഇത് കണ്ട് അത് വളരെ മോശമായി. അവരെ മാനസികാവസ്ഥ മനസ്സിലാക്കിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇവര് കുറച്ച് ആൾക്കാർ ചുമ്മാ വന്ന് സൈക്കോ മെന്റാലിറ്റി ആണ് അതൊക്കെ. അതേപോലെ ഈ ന്യൂസിന്റെ ലൈവ് പോകുന്നതിന്റെ ഇടയില്ലേ നമ്മള് ആ കമന്റ് സെക്ഷൻ എടുത്തു നോക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വൾഗറായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഈ നമുക്കിടയിൽ ഉണ്ടെന്നാണ്. ബ്രദറൊക്കെ നല്ലപോലെയാണ് എപ്പൊ ഇടപെടുന്ന കാര്യങ്ങൾ. പുള്ളിയൊക്കെ ആദ്യം അവരെയൊക്കെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം. ഇത്രയും ദിവസമായിട്ട് കൂടപ്പിറപ്പിനെ കാണാനില്ലാണ്ട് ഇപ്പോഴും നല്ല ബോൾഡ് ആയിട്ടാണ്. അമ്മയാണെങ്കിലും ചേച്ചിയാണ് എല്ലാവരും നല്ല ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ഒരു ഇതുണ്ടായിരുന്നടാ. അവര് ആ ബോൾഡായിട്ട് അവരുടെ ആ മനക്കെട്ടി വെച്ച് അവരാ നിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. സ്റ്റില്ല് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിന്റെ അടിയിലൊന്ന് കമന്റ്സുകൾ കാണണമായിരുന്നു. ഇവർക്ക് എന്താ വിഷമം ഇല്ലേ? ആ ഒരു അതിന്റെ അടിയിൽ വേറെ കമന്റ്സുകളുണ്ട്. അത് ഈ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള കമന്റ്സുകളാണ് വന്നേക്കുന്നത്. ഈ ആൾക്കൊക്കെ ഇവർക്കൊക്കെ ബോധമില്ലാത്ത കുറെ പിള്ളേരോ ഇനിയെങ്കിലും ഇങ്ങനെ നടക്കുമ്പോ ഇപ്പോഴും എല്ലാം ലേറ്റ് ആയി. ആദ്യം ഒരു റഡാർ കൊണ്ടുവന്ന്, രണ്ടാമത് അടുത്ത റഡാർ കൊണ്ടുവന്ന്, ഇത് കിട്ടുന്നില്ല നമുക്ക് അടുത്ത കൊണ്ടുവന്നു, അടുത്ത് കിട്ടുന്നപ്പോ അടുത്ത കൊണ്ടുവന്നു. ഏറ്റവും അവസാനമാണ് ഉപയോഗം എന്തെങ്കിലും കൊണ്ടുവന്നു. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരു ദുരന്തം നടന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഇതിനൊരു പഠനം അതെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു അറേഞ്ച് ചെയ്യാനുള്ള സിസ്റ്റമേ. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു എഫിഷ്യൻസി ഉള്ള ഒരു എക്യുപ്മെന്റ് നമുക്ക് വേണം. ഞാൻ ഏതോ ഒരു ന്യൂസിൽ തന്നെയാണ് തോന്നുന്നത്. ഇവിടുന്ന് ചന്ദ്രന്റെ ആളെ അയക്കാൻ അറിയാം, ചന്ദ്രന്റെ അകത്ത് സാധനങ്ങൾ നോക്കാൻ അറിയാം, ഫോട്ടോ എടുക്കാൻ അറിയാം. ഒരു ഭൂമിക്കടിയിലുള്ള ഒരു ചെറിയ മനുഷ്യന്റെ ഒരു ലോറിയുടെ ചിത്രം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലോറി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തിനു ഭൂമിക്കടിയിലുള്ള എണ്ണയും സ്വർണവും വരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതെ, അവിടെ പോയി കനിയും ചെയ്ത് അതും പോട്ട്. ഞാനൊരു ഇത് കണ്ടതാണ്. പള്ളിയിലടിയിൽ 100 വർഷമുള്ള പള്ളിയിലടിയിലുള്ള അമ്പലം കണ്ട. പക്ഷെ ഇത്രയും ഇതുള്ള ഒരു ലോറി ഒരു 2-3 ദിവസം മുന്നേ പോയ ലോറി കണ്ടെത്താൻ പറ്റത്തില്ല. അതായത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, ചെയ്യുന്ന രീതിയിലുള്ള കുഴപ്പമാണ്. കണ്ടെത്താൻ സിസ്റ്റം ഉണ്ട്, ചെയ്യുന്ന രീതിയിലുള്ള കുഴപ്പമാണ്. വേണം വേണ്ടാന്ന് വെച്ച് ചെയ്താൽ ഇങ്ങനെയൊക്കെ നടക്കും. ഇപ്പൊ ഈ ഒരു അതിലാണ് അവിടെയാണ് പോയിന്റ്. വേണം വേണ്ട എന്നുള്ളൊരു ചിന്ത വന്നതാണ് ഇവിടെ പ്രശ്നം. ഈ സിറ്റുവേഷനിൽ ഇപ്പം നല്ലൊരു പൊളിറ്റിക്കലി ഉള്ള ഒരാളായിരുന്നു, ഭയങ്കര പൊളിറ്റിക്കലി പിടിപാടുള്ള ഒരാള്. ഇപ്പൊ ഇന്ത്യയിലുള്ള മെയിൻ പൊളിറ്റിക്കൽ ആള് അല്ലെങ്കിൽ ബിസിനസ് ആണ് ഈ ഒരു അവസ്ഥ ഇപ്പൊ വന്നിരുന്നത് വെച്ചാൽ അവിടെ ഒരു കാരണമുണ്ട്. അദ്ദേഹം പോയിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി രീതിയിൽ സെർച്ചിങ് അന്ന് തന്നെ സാധനം കൊണ്ടുവന്ന് അന്ന് തന്നെ എല്ലാം ചെയ്തു. 10-20 ഹിറ്റാച്ചി ഉള്ളത് അങ്ങനെ എല്ലാം ചെയ്തേനെ. ഇതൊരു സാധാരണ 10 മനുഷ്യര് 11 മനുഷ്യര്, അത് കർണാടകക്കാര്, തമിഴ്നാട്ടുകാര്, കേരളക്കാര് ആ ഒരു മൈൻഡിൽ എടുത്തതിന് കുഴപ്പമില്ല. ഇതൊക്കെ അവിടെ അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ് അവിടെ ഒരു മണ്ണിടിച്ചിൽ നടന്നില്ല എന്നുള്ള രീതിയിൽ അവരെ കൃത്യമായിട്ട് രക്ഷാപ്രവർത്തനവും ബാക്കി എല്ലാം ചെയ്ത് അവര് കൃത്യമാക്കിയിട്ട് അന്ന് തന്നെ ഈ എല്ലാ സെറ്ററും വന്നേനെ. എല്ലാ റഡാറും ഇന്നലെ വന്ന റഡാറായാലും എല്ലാം അവിടെ കൊണ്ടുവന്ന് എല്ലാം ചെയ്തേനെ. അവിടെയും ഉണ്ട് പാവപ്പെട്ടവരാണ്. അതെ, ഇന്ത്യ ഒരുപാടുള്ള സ്ഥലമാണ് ഇന്ത്യ. സിസ്റ്റം എല്ലാം മാറാൻ സമയം കഴിയും. കൺക്ലൂഷനിലേക്ക് വരുമ്പോ ഇതിന്റെ ആദ്യം തൊട്ട് ABCD തൊട്ട് തുടങ്ങണം. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു അപകടം നടന്നാൽ എങ്ങനെ കുട്ടികളായാലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ജീവൻ നിലനിർത്താനുള്ള എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ച് തുടങ്ങണം. ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേ അത് വരുത്തണം. ഇപ്പൊ ഒരു ചൈനയിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. ചൈനയിലൊരു സ്കൂളിൽ ഫയർ അലാം അടിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെ രക്ഷപ്പെടണം, വായും മൂക്കും പൊത്തി കുനിഞ്ഞ് അവർ രക്ഷപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വൈറലായിരുന്നു ആ വീഡിയോ. അപ്പൊ അതുപോലെ ഒരു ക്ലാസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിലും വരണം. പിന്നെ നമ്മുടെ അതോറിറ്റീസ് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നതിനുള്ള മുൻകൂട്ടി ട്രയലുകൾ നടത്തണം. ഡ്രിൽസ് നടത്തുന്ന പോലെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഡ്രിൽസ് ഒക്കെ നടത്തണം. പിന്നെ ഇതിനോട്ട് അധികാരപ്പെട്ട ആൾക്കാര് മുൻകൂട്ടി ആദ്യമേ ഇതിനെ പറ്റി നമ്മുടെ മെമ്പേഴ്സ് MLA മാരും MP മാരും
എല്ലാരും പഠിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു അപകടം വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ആദ്യമേ ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നിയമവും കാര്യങ്ങളും പിന്നെ ഇതിനകത്തുള്ള നിയമവശങ്ങളും എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. റോഡിന്റെ ആണോ? അല്ല, ഞാൻ പറയാൻ വന്ന വേറെ വന്ന് ഇതൊക്കെ ഈ ഒരു റെസ്ക്യൂ ഇത് വെച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വെച്ച് നമ്മളെ കേരളയുടെ ഡിസാസ്റ്റർ ടീംസ് നമ്മുടെ ആമയിഴഞ്ചത്തോട് ആ ഒരു സംഭവം തന്നെ കണ്ടില്ലേ, അവിടെ ആ രീതിയിലാണ് ചെയ്തത്. പുള്ളി ഏകദേശം എങ്ങനെയാണ് പുള്ളിയുടെ കണ്ടീഷൻ എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്ന ഇതായിരുന്നു. എന്നിട്ടും ആ രീതിയിലാണ് ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത്. വിസർജനത്തിന്റെ ഇടയിലൂടെ അതൊരു പറയുന്നുണ്ട്. അവിടെയും നമ്മുടെ ഗവൺമെന്റിനും തെറ്റുണ്ട്. അവിടുത്തെ അവിടെ പക്ഷെ മാലിന്യം വലിച്ചെറിഞ്ഞ ഓരോ മനുഷ്യരും അതിൽ തെറ്റുകാര് തന്നെയാണ്. അത് കറക്റ്റ് സമയത്ത് വൃത്തിയാക്കാൻ നഗരസഭയുടെ അതെ, ഇത് രണ്ടും ഇത് എല്ലാരും തെറ്റുകാരാണ്. അവിടുത്തെ ഗവൺമെന്റ് ആയാലും ഏതൊരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ തെറ്റുകാരായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവര് നന്നായ അവർ തെറ്റിന് സംഭവം നടക്കത്തില്ല. ഇവിടെ അതുപോലെയൊക്കെ തന്നെ. ഇവിടെ അതുപോലെ പറഞ്ഞാൽ റോഡിന്റെ ആദ്യമേ റോഡ് പഠിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ സംഭവം ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ലായിരുന്നു. ആ സമയത്തുള്ള ലാഭം ആണ്. മലയിടിച്ച് റോഡ് ഉണ്ടാക്കുമ്പോൾ പൊളിയൊന്നും ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അതെ, മലയിരിക്കുന്നതും അവിടെ ഒരു അതിൽ കൂടുതൽ മഴ, ഒരുപാട് മഴ ലഭിക്കുന്ന സ്ഥലത്തിലാണ് ഈ നമ്മുടെ ഈ സൗത്ത് പശ്ചിമഘട്ടം. ഇപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ച് എല്ലായിടത്തും ഇതുണ്ട്. ഇപ്പം മുംബൈയിലും മണാലിയിലൊക്കെ നല്ല മഴയാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല മഴയും അവിടെ ഉരുൾപൊട്ടലൊക്കെയാണ് മണാലിയില്. ഇപ്പം റോഡുകളെല്ലാം അടച്ചിട്ടേക്കാണ്. അപ്പൊ ഇനിയും ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇനിയും ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാവും. ഇത് നേരിടാൻ പഠിക്കണം, അതാണ് വേണ്ടത്. ഈ പുതുമണാലിൽ ഇപ്പൊ നടക്കുന്നു, അവിടെ ചിലപ്പോൾ ഇതുപോലെ അപകടം ഉണ്ടായെന്ന് വരും. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്ന് എല്ലാരും അറിഞ്ഞിരിക്കണം. അതിനുള്ള സിസ്റ്റം ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ എന്തായാലും പ്രതികരിക്കേണ്ട കേസുകൾക്ക് എല്ലാവരും നല്ല രീതിയിൽ ആരായാലും അത് പ്രതികരിച്ചാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ സിസ്റ്റം താഴോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും അർജുൻ ജീവനോടെ തിരിച്ചെത്തട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന. ഓൾമോസ്റ്റ് എല്ലാ മലയാളികളുടെയും പ്രാർത്ഥന അത് തന്നെ ആയിരിക്കും. 15 ദിവസമായിട്ട് മലയാളികൾ ഓൾമോസ്റ്റ് എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. അത് അതുപോലെ നടക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതൊരു പാഠമായിട്ടെടുത്ത് നമ്മുടെ സിസ്റ്റം എല്ലാം മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.